പൊളിറ്റിക്കൽ തിങ്കറും ഫിലോസഫറും കേരളത്തിനെ തന്നെ പുതിയ രീതിയിൽ കാണുന്ന സണ്ണിയം കവിക്കാട് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. ഈ ഒരു നമസ്കാരം. അഭിമുഖത്തിലേക്ക് സ്വാഗതം. ഏറ്റവും അടുത്ത് നടന്ന ഒരു സംഭവം, അതായത് വൈക്കത്തെ ഒരു സ്ഥാനാർത്ഥിത്വം, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് താങ്കൾ മത്സരിക്കുമെന്നുള്ള ഒരു തരത്തിലുള്ള വാർത്ത വരികയും അത് പിന്നീട് നിഷേധിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു ജനതയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അവരുടെ മുന്നിൽ കഴിഞ്ഞ 50 വർഷത്തിലധികമായി അടഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് മുന്നണി രാഷ്ട്രീയം. ആ മുന്നണി രാഷ്ട്രീയത്തിലൊരു മാറ്റം വന്നു തുടങ്ങുകയാണ്. അതായത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാന വിഭാഗങ്ങളുടെ വോട്ടിൽ വലിയ മൊബിലിറ്റി ഉണ്ടായി. അത് പരമ്പരാഗതമായി ചെയ്ത രീതിയെ കൈവിടുകയും പുതിയ ആൾക്കാർക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ UDFന് കേരളത്തിലുണ്ടായ വിജയം. അവരത് പരസ്യമായി സമ്മതിക്കില്ല. അതിൻ്റെ കാരണം ഇവരെ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയായി ദലിതർ, ആദിവാസികൾ, മത്സ്യത്തൊഴിലാളികൾ അവരെയൊന്നും ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയായി അവർ പരിഗണിക്കാത്തത് കൊണ്ട് അതവർക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. അവിടെ പരമ്പരാഗത വോട്ടുകൾ തിരിച്ചു വന്നു എന്നുള്ള തെറ്റായ കണക്കുകൂട്ടലാണ് അവർ നടത്തിയിരിക്കുന്നത്. UDFൻ്റെ പരമ്പരാഗത വോട്ട് നമുക്കറിയാം. സ്ത്രീയും ക്രിസ്ത്യൻ വോട്ടും നായർ വോട്ടും ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൻ്റെ സങ്കല്പത്തിൻ്റെ തുടർച്ചയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവരും അതിൻ്റെ താഴെ എന്ന് ഗണിക്കുന്ന ജാതി വിഭാഗങ്ങളുമാണ്. അപ്പോൾ ഈ നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചു വന്നു, അങ്ങനെ അവർക്ക് വലിയ വിജയമുണ്ടായി എന്ന് കണക്കാക്കുമ്പോൾ കേരളത്തിൽ അടിസ്ഥാനപരമായുണ്ടായ ഒരു ചലനാത്മകതയെ അവർ കണ്ടില്ലെന്നിരിക്കുക. അപ്പോൾ ഇത്തരമൊരു മൊബിലിറ്റി ഉണ്ടായത് ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ റായ്പൂർ കോൺക്ലേവിലുണ്ടായ ഒരു തീരുമാനത്തെയും ബന്ധിപ്പിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ തീരുമാനമെന്ന് പറയുന്നത് കോൺഗ്രസ് ദേശീയമായി അസ്തമിക്കാൻ കാരണം ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും കോൺഗ്രസിനെ കൈവിട്ടതാണ് എന്നവർ വസ്തുതാപരമായി അവർ മനസ്സിലാക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നും അതുകൊണ്ട് മോർ ഇൻക്ലൂസീവായ ഒരു ഡെമോക്രാറ്റിക് ഘടനയിലേക്ക് കോൺഗ്രസ് വരേണ്ടതുണ്ട് എന്നുള്ളൊരു തീരുമാനം അവർ എടുക്കുന്നുണ്ട്. അപ്പം ഇവരെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വെറുതെ ഉൾക്കൊള്ളാൻ പോരാ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നത് ദളിതരെ ഉൾക്കൊള്ളുക എന്നാൽ അവർക്ക് രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളിത്തം കൊടുക്കുക എന്നാണ് അർത്ഥം എന്നാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ രേഖ വായിച്ച ഒരാളാണ്. അപ്പോൾ ഞാനിതിനെ ബന്ധിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഈ രണ്ട് ഘടകങ്ങളെ കേരളത്തിലെ ദളിതരുടെ പരമ്പരാഗത വോട്ട് രീതിയിൽ മാറ്റം വരുന്നു എന്ന വളരെ ശുഭോദർക്കമായൊരു സൂചന ആർക്ക് ചെയ്തു എന്നുള്ളത് പ്രധാനമല്ല. വോട്ടെന്നത് താല്പര്യം അനുസരിച്ച് മാറിക്കുത്താൻ പരിശീലിച്ചിരിക്കുന്നു എന്നതാണ് ആ ജനത നേടിയ വലിയ വിജയം. നമ്മളങ്ങനെ വേണം അതിനെ കാണാൻ. അവർക്ക് ചെയ്തു, ഇവർക്ക് ചെയ്തു, മാറി മാറി ചെയ്യണം. അതാണ് ഡെമോക്രസി എന്ന് പറയുന്ന കാര്യം. അല്ലാത്തത് ഡെഡ് ബോഡിയാണ്. ഞാൻ ജനിച്ചപ്പം മൂലം കമ്മ്യൂണിസ്റ്റാണ്, മരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റായിരിക്കും എന്ന് പറയുന്നത് മഹത്തായ വാചകമല്ല, മരിച്ചുപോയ മനുഷ്യൻ്റെ ഒരു വാചകമായിട്ട് വേണം നമ്മളെടുക്കാൻ. കമ്മ്യൂണിസ്റ്റായിരിക്കുക മോശം കാര്യമുണ്ടല്ല, അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്ന നിമിഷം അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള അവകാശത്തെയാണ് അയാൾ റദ്ദ് ചെയ്യുന്നത്. അതുകൊണ്ട് മരിച്ച മനുഷ്യരുടെ പ്രഖ്യാപനം അത്. എൻ്റെ കുടുംബക്കാർ കോൺഗ്രസ്സാണ്, ഞാൻ മരിക്കുന്നവർ കോൺഗ്രസ് ആയിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുതരം ഒരു ഫോഴ്സ് ഈ കീഴ്ത്തട്ടിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒന്ന്. രണ്ടാമതൊരു കാര്യം, ഈ കോൺക്ലേവിൻ്റെ ഒരു അപ്രോച്ച്. ഇതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിസ്കഷനിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ്
കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായിട്ടുള്ള സതീശനുമായി എനിക്ക് കുറേ കാലമായി അറിയാവുന്ന ഒരാളാണ്. പലവട്ടം ഫോണിൽ സംസാരിക്കുകയും നേരിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്നു. കേരളത്തിലെ നിയമസഭയിൽ പലപ്പോഴും ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പലതും ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് SC/ST വിഭാഗങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ. അങ്ങനെ ഒരു വളരെ ശുഭോദർക്കമായ ബന്ധം തമ്മിൽ സൂക്ഷിക്കുന്നു. അദ്ദേഹം അത് വിട്ടുകളഞ്ഞു എന്നൊന്നും ഇപ്പോഴും എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സാധ്യതകൾ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നമ്മൾ അത്തരം ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് അദ്ദേഹമായിട്ട്. അതായത് പരമ്പരാഗതമായ കോൺഗ്രസ്സിലൂടെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെന്നുള്ള ഒരു വ്യാമോഹവുമല്ല യഥാർത്ഥത്തിൽ ഞാനടങ്ങുന്ന സംഘം. അതായത് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ ഒരു ചരിത്രം എങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു ഇത് തുടങ്ങിയത്, അതൊന്ന് വിശദമായിട്ടൊന്ന് പറയാം. അത് അദ്ദേഹവുമായി ഞാൻ കൂടിക്കാണുമ്പോൾ ഈ പറഞ്ഞ മോർ ഇൻക്ലൂസീവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ കൂടെ അദ്ദേഹം എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്താണ് നിങ്ങളുടെ സംഘടനയുടെ കോൺക്രീറ്റായ ആവശ്യം? സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞൊരു മറുപടി, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് തന്നെയാണ് ആവശ്യം എന്ന് പറയും. അത് ജനറൽ സീറ്റ് തരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. കാരണം അത് കേരളത്തിൽ ബ്രേക്ക് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. തോക്കുമോ ജയിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ ജനറൽ എന്ന് വിളിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ, അതിൻ്റെ ഘടകം നമ്മൾ പരിശോധിച്ച് നോക്കണം. 16 റിസർവേഷൻ മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ 124 മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ഇതാണ് പൊതുമണ്ഡലങ്ങൾ. ഈ പൊതുമണ്ഡലങ്ങളിൽ ആരാ നിൽക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഈ പൊതു എന്ന് പറയുന്ന സംഗതിയിൽ നമുക്ക് മനസ്സിലാവും അതെന്താണ് അവിടെ നടക്കുന്നത്. മാത്രമല്ല, മുസ്ലിങ്ങളൊഴികെ ഒരു വിഭാഗത്തിനും സ്വന്തം നിലക്കൊരു സ്ഥാനാർത്ഥിയെ നിർത്തി സ്വന്തം സമുദായത്തിൻ്റെ വോട്ട് കൊണ്ട് ജയിക്കാൻ കേരളത്തിലൊരു മണ്ഡലമേ ഇല്ല. വെറുതെ പറയുന്നതാണിത്. പാല സുറിയാനി ക്രിസ്ത്യാനിയുടേതാണ്, കടുത്തുരുത്തി സുറിയാനിയുടേതാണ്. ഇത് വെറുതെ നുണയാണത്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ശതമാനം നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതിങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നതിലേക്കാണ് പ്രവേശിക്കേണ്ടതെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു യുക്തി. അപ്പോൾ വെറുതെ ഇങ്ങനെ ജനറൽ മണ്ഡലം വേണമെന്ന് പറയുകയല്ല. ജനറൽ മണ്ഡലങ്ങളെക്കുറിച്ച് പഠിച്ച് ഞങ്ങൾക്ക് സംഘടനാപരമായും അല്ലാതെയും ബന്ധമുള്ള വോട്ട് ഷെയറുള്ള ഒരു മണ്ഡലം തന്നെ ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, 2 പ്രാവശ്യം അധികാരത്തിന് പുറത്തു നിന്നതുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വളരെ വലിയ വടംവലിയാണ് കോൺഗ്രസ്സിലുള്ളത്. നിങ്ങളെ ആരെങ്കിലും ഈ ടേമിൽ പൊതുമണ്ഡലത്തിൽ പരീക്ഷിച്ചാൽ അത് അവർ തന്നെ, കോൺഗ്രസ്സുകാർ തന്നെ നിങ്ങളെ തോൽപ്പിക്കും. കുറച്ചുകൂടി സുരക്ഷിതമായൊരു മണ്ഡലം അല്ലേ നല്ലത് എന്ന വാദമാണ് ഉന്നയിച്ചത്. അങ്ങനെയാണ് റിസർവേഷൻ മണ്ഡലം എന്ന കാറ്റഗറിയിലേക്ക് ചർച്ച വഴി മാറുന്നത്. സംഘടനാ നേതാക്കളുമായിട്ടുള്ള ചർച്ചയിൽ അന്ന് ഞാനില്ല. ഇത്രയും ചർച്ചയിലാണ് ഞാൻ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്. മാവേലിക്കരയും വൈക്കവുമാണ് പരിഗണനയിൽ വന്നത്. അവിടെ ഉണ്ടായൊരു കാര്യം, സംഘടനാ നേതാക്കൾ മനസ്സിലാക്കിയൊരു കാര്യം, എനിക്ക് സീറ്റ് തരാനാണ് താല്പര്യം, വേറൊരാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഏത് വേണമെന്നുള്ളൊരു ഡിസ്കഷനാണ് വൈക്കം എന്ന മണ്ഡലം പരാമർശ വിധേയമാണ്. അതിൻ്റെ കാരണം ഞാൻ വൈക്കംകാരനാണ് എന്നതാണ്. വൈക്കത്ത് വ്യാപകമായ ബന്ധമുള്ള ആളാണ്. വളരെ 65 വർഷത്തെ ചരിത്രത്തിൽ 60 വർഷവും CPI റെപ്രസെൻ്റ് ചെയ്ത മണ്ഡലമാണ്. KK ബാലകൃഷ്ണൻ മാത്രമാണ് ഒരു കോൺഗ്രസ്സുകാരനോട് ജയിച്ചത്, വേറെ ആരും ജയിച്ചിട്ടില്ല. 57-ൽ തലയോലപ്പറമ്പിലൊക്കെ AR നാരായണൻ ജയിച്ചിട്ടുണ്ട്. 60 മുതൽ 65 വർഷത്തെ 5 വർഷം വിട്ടാൽ 60 വർഷവും
CPI ഭരിക്കുന്ന CPIയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് പോകുന്ന ഒരു മണ്ഡലമാണത്. 2, കഴിഞ്ഞ പ്രാവശ്യം CPI സ്ഥാനാർത്ഥിയോട് ജയിച്ചത് 29,000-ലധികം വോട്ടിനാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത് കോൺഗ്രസ് സ്ഥിരമായി ജയിച്ചുകൊണ്ട് വന്നിരുന്ന മണ്ഡലമോ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമല്ല. അത് നമ്മൾ ഏറ്റെടുക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഇതിനകത്തൊരു എൻട്രി സാധ്യമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഒരു തിരഞ്ഞെടുപ്പിൽ ഞാൻ നിന്ന് തോക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും തോക്കാവുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കെ കരുണാകരൻ കേരളത്തിൽ തോറ്റിട്ടുണ്ട്, VS അച്യുതാനന്ദൻ തോറ്റിട്ടുണ്ട്, EK നായനാർ തോറ്റിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്. അതിനിടയ്ക്ക് പിന്നെ ഡോക്ടർ അംബേദ്കർ തോറ്റിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ തോക്കുന്ന അത്രയും വലിയ അത്ഭുതമാകുന്ന എങ്ങനെയാണ്? തോൽവിയല്ല, തോൽവിയും ജയവുമല്ല. നമ്മളുടെ മുന്നിൽ അടഞ്ഞിട്ടിരിക്കുന്ന വാതിൽ തുറക്കുന്നു, നമ്മളതിലേക്ക് പ്രവേശിക്കുന്നു. എൻട്രിയാണ് പ്രധാനം. ഒന്ന്. രണ്ടാമതൊരു കാര്യം, ഈ ചുവപ്പ് കോട്ട പച്ചക്കോട്ട എന്നൊക്കെ പറയുന്നത് പലതും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നതല്ല. ലീഗിൻ്റെ ആധിപത്യമുള്ള മലപ്പുറം പോലും ലീഗിന് കൈവിട്ടു പോയിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യം. അതങ്ങനെയാണത്. പൊളിറ്റിക്സ് അംബേദ്കർ പറയുന്നൊരു കമ്മ്യൂണൽ മെജോറിറ്റിയാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്. പൊളിറ്റിക്കൽ മെജോറിറ്റി ഒരിക്കലും പെർമനൻ്റായ കാര്യമല്ല, അത് ആടിക്കളിച്ചുകൊണ്ടിരിക്കും. അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും ശക്തിയും. അപ്പോൾ അവിടെ നിൽക്കാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മണ്ഡലം സൂക്ഷ്മമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അത് അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യത്തെ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞ 60 വർഷമായിട്ട് തോക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ്സിനാണ് വോട്ട് കൂടുതൽ. ഒറ്റയ്ക്ക്. രണ്ടാമത് മാർക്സിസ്റ്റ് പാർട്ടി CPIക്ക് അവിടെ 20,000-ൽ താഴെ വോട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കിട്ടിയത്. 15,000 വോട്ട് അതിനപ്പുറം പോയിട്ടില്ല. കോൺഗ്രസ് 48,000-നടുത്ത് വോട്ട് കിട്ടുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് 37,000 വോട്ട് തികയുന്നില്ല. ഇത്രയും വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ട് ഈ കോൺഗ്രസ്സുകാരെന്തുകൊണ്ടായിരിക്കും ഇവിടെ തോക്കുന്നത് എന്നായിരുന്നു ഞാൻ ആദ്യം പരിശോധിച്ചൊരു കാര്യം. എനിക്ക് മനസ്സിലായൊരു കാര്യം, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ അവിടെ കോൺഗ്രസ്സുകാർ ആക്റ്റീവാണ്, എല്ലാ വിഭാഗങ്ങളും ആക്റ്റീവാണ്. സംവരണ മണ്ഡലമായതുകൊണ്ട് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അവർ ഒട്ടും ആക്റ്റീവാകാറില്ല. എന്നാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർ ആക്റ്റീവാകുകയും ചെയ്യും. ഇത് വർഷങ്ങളുടെ കണക്ക് വെച്ച് എനിക്ക് പറയാൻ പറ്റും. അത്രയും ജാതിബോധത്താൽ നിർമ്മിതമായ ഒരു രാഷ്ട്രീയം പയറ്റുന്നത് കൊണ്ടാണ് കോൺഗ്രസ് 60 വർഷമായിട്ട് അവിടെ തോക്കുന്നത്. അതായത് താങ്കൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രക്രിയ പോലും ജാതി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജാതിയുടെ ഒരു പൊളിറ്റിക്സ് അതിനകത്ത് അണ്ടർ കറണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെ, അതെങ്ങനെയാണ്? അതിനകത്ത് ഇവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളത് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ 24 മണിക്കൂറുമുള്ളൊരു വിവേചനം അന്വേഷിച്ച ആൾക്കാർ നടക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിവേചനം അങ്ങനല്ല കേരളത്തിൽ. നിർണായകമായൊരു സന്ദർഭത്തിൽ മാത്രമേ അത് പ്രവർത്തിക്കൂ. ബാക്കി എല്ലാ സമയത്തും ഒരു ഇക്വാളിറ്റി ഫീൽ ചെയ്യും, പരിഗണനയും ഫീൽ ചെയ്യും. നിർണായക സമയത്ത് ഇപ്പം ഞാൻ കേരളം മുഴുവൻ പ്രസംഗിച്ച് നടക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ട്. എനിക്ക് വേണമെങ്കിൽ വേദിയും കിട്ടിത്തരും, അതിനും അവർക്ക് സന്തോഷം. പക്ഷേ അധികാരത്തിൽ MLA ആണെന്ന് പറഞ്ഞൊരു സമ്മതിക്കില്ല. ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്, മനസ്സിലായത്? ബാക്കി എല്ലാത്തിലും ഞാൻ സമ്മതനാണ്, MLA ആകാൻ മാത്രം സമ്മതമില്ലെന്നാണ് ഈ പറയുന്നത്. ഇതിനകത്ത് ഓരോ ഈ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒളിഗാർക്കിയാണത്. ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒളിഗാർക്കിയിലാണ് കാസ്റ്റ് അവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ഏതാണ്ട് 11% വോട്ടാണ് നായർ വിഭാഗത്തിന്, സവർണർ എന്ന് വിളിക്കുന്ന വിഭാഗത്തിനുള്ളൂ. നിസ്സാര വോട്ടാണ്.
അവരാരും വോട്ട് ചെയ്തില്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ അവരുടെ വോട്ട് 28,000 വോട്ടുള്ള ദളിതരുടെ വോട്ടിനേക്കാൾ മൂല്യമുള്ള വോട്ടായിട്ടാണ് അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇസ് കാസ്റ്റ്. അവരില്ലേ ജയിക്കാൻ പറ്റിയില്ലെന്നങ്ങ് തോന്നുക, അല്ലെ തോന്നിപ്പിക്കുക, രാഷ്ട്രീയ പാർട്ടിയോടൊക്കെ ഉറപ്പിക്കുക കാര്യം. അപ്പം ഞാനവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കിട്ടിയാൽ ജയിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തൊരു കാര്യം. സവർണ ജാതികളെ പോലത്തെ അത്ര അഡമൻ്റ് അല്ല അവർ. അവരുടെ ഏജൻസി അവർക്കിടയിൽ പ്രവർത്തിച്ചാൽ ഒരു വോട്ടിന് വരും. അപ്പോൾ അവർ 26,000 വോട്ടുണ്ട് അവർക്ക്. അതിനകത്ത് 6,000 വോട്ട് പോയി. 20,000 വോട്ടെങ്കിലും കിട്ടിയാൽ നമുക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു കാൽക്കുലേഷൻ. ജയിക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്നുള്ളത് AICCയുടെ നിയമിച്ച IT സെല്ല് കൊടുത്ത റിപ്പോർട്ടിൽ ഞാൻ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. കനകോലുവിൻ്റെ റിപ്പോർട്ടിലും ഞാൻ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥാനാർത്ഥിയെ മാറ്റണം എന്നുള്ള ഒരു വലിയ മൂവ്മെൻ്റാണ് അവിടെ ഉണ്ടായി വരുന്നത്. നമുക്ക് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒക്കെ ഒരു ചരിത്രമുണ്ട്. വൈക്കം ക്ഷേത്രത്തിലേക്ക് കടന്നു കയറുക അല്ലെങ്കിൽ പൊതു ഇടത്തിലേക്ക് ദളിതർ കടന്നു കയറുന്നതിൻ്റെ ഒക്കെ ഒരു ചരിത്രമുണ്ട്. ഈ ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയായിരിക്കാം ഒരു പക്ഷേ സണ്ണിയം കവിക്കാടിനെ പോലുള്ള ഒരു മനുഷ്യൻ, ഒരാൾ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ആ ഒരു ചരിത്രത്തെ കൂടെ ഇത് അട്ടിമറിക്കുകയാണെന്നുള്ളത്. ആദ്യമായി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം രംഗത്ത് വന്ന് സംഘപരിവാർ ശക്തികളാണ്. അവർ പറഞ്ഞ വാദം വൈക്കത്തപ്പൻ്റെ മണ്ണിൽ സണ്ണിയെ കാലുകുത്താൻ അനുവദിക്കുന്നതായിരുന്നു ഭീഷണി. അപ്പോൾ അതിനെ നമ്മൾ വൈക്കത്തപ്പൻ്റെ മണ്ണായി നിർവചിക്കുന്നതിലൂടെ വൈക്കം സത്യാഗ്രഹത്തെയും ദളവാക്കുളം പോലെയുള്ള കൂട്ടക്കൊലയെയും ശ്രീനാരായണ ഗുരുവിനെ തടക്കമുള്ള സംഭവങ്ങളും സത്യാഗ്രഹികൾ അനുഭവിച്ച അതിഭീകരമായ പീഡനങ്ങളുമെല്ലാം ഒറ്റയടിക്ക് മാഞ്ഞു പോവുക. വൈക്കത്തപ്പൻ്റെ മണ്ണാണെന്നാണ് ഇവിടെ കാലുകുത്താൻ അനുവദിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ടെറിട്ടോറിയൽ ഏരിയയെ മൊത്തമായി തന്നെ ഹിന്ദുത്വവൽക്കരിക്കുന്ന വലിയൊരു പൊളിറ്റിക്സ് അതിനകത്ത്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു സംഗതിയും കേരളത്തിലെ LDF UDF നേതൃത്വത്തിനില്ല. നമ്മൾ നേരിടുന്ന വലിയ പ്രതിസന്ധി അതാണ്. അപ്പോൾ ഇത് പറയുന്നു, പിന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നു, ഞാൻ വലിയ കുഴപ്പക്കാരനാണ്, സവർണ വിരോധിയാണ്. ഈ സവർണരുടെ വോട്ട് ഞാൻ പറയാം 10% വോട്ടേ ഉള്ളൂ. സവർണ വിരോധിക്ക് പോലും ജയിക്കാവുന്നൊരു സ്ഥലമാണ്. അവർ പറയുന്ന വിധം ഞാൻ കേവലമായ സവർണ വിരോധമല്ല പറയുന്നത്, ഒരു അധികാര ഘടനയെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് സവർണ വിരോധമായി ഇവർ പറഞ്ഞു പരത്തുന്നത്. അപ്പം അത് പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നു. അശോകൻ ചെരുവിലൊക്കെ ദീർഘമായ ലേഖനമായിരുന്നു. അവർ എതിർക്കുന്നു എൻ്റെ സ്ഥാനാർത്ഥി. അവസാന ഘട്ടത്തിലാകുമ്പോൾ കോൺഗ്രസ് എതിർക്കുക. അപ്പോൾ കോൺഗ്രസ് എതിർക്കുന്നു, BJP എതിർക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്നു. പിന്നെ വേറെ ഇവിടെ പൊളിറ്റിക്കൽ സ്പേസ്. അല്ല, അത്തരം ഒരു എതിർപ്പ് ഉണ്ടാകുമ്പോൾ ഇത് ഒരു സംഘപരിവാർ രാഷ്ട്രീയം എന്ന തരത്തിൽ മാത്രം നമുക്കിതിനെ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്, ഒരു കേരളത്തിൻ്റെ ഒരു പൊതുബോധം മുഴുവൻ താങ്കൾക്ക് എതിരായി നിൽക്കുന്നു എന്നുള്ള തരത്തിൽ നമുക്കിതിനെ വായിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന വൈക്കം എന്നത് വൈക്കത്തപ്പൻ്റെ മണ്ണാണെന്ന് പറയുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഡയലോഗിനെ ചലിപ്പിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ശബരിമലയാണ്. അപ്പോൾ ശബരിമല സംരക്ഷിക്കാനും വികസിപ്പിക്കാനും വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഒരു സ്ഥലത്ത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആചാര സംരക്ഷണ നിയമം പാസ്സാക്കുമെന്ന് പറഞ്ഞ UDF മറ്റൊരു സ്ഥലത്ത്, BJP പിന്നെ ഇതിൻ്റെ കോൺട്രാക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ സംഘപരിവാർ ഉൽപ്പാദിപ്പിച്ച ഒരു രാഷ്ട്രീയ അജണ്ട കേരളത്തിലെ LDF UDF നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിൽ വീഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ അവർക്ക് ഈ വടക്കേ ഇന്ത്യയിൽ എന്താണോ അവർ നേരിടുന്നത് അതേ പ്രതിസന്ധിയിലേക്ക് സോഷ്യലിസം പറഞ്ഞവരെയും
ജനാധിപത്യം പറഞ്ഞവരെയൊക്കെ കൊണ്ട് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ ഒരു നവോത്ഥാനം നടപ്പിലാക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിന് താങ്കളെപ്പോലുള്ളവർ തീർച്ചയായിട്ടും പുനഃപരിശോധിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെയൊക്കെ ഒരു തോന്നൽ. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു ചരിത്ര വായനയുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെങ്ങനെയാണ് സണ്ണിയം കവിക്കാട് പഠിച്ചത്? അതിൽ വളരെ പ്രധാനമായ ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നൊരു സംഗതിയാണ്. എൻ്റെ പ്രസംഗങ്ങളിൽ ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെ വിശദീകരിക്കുമ്പോൾ തന്നെ ഒരു നീണ്ട ലിസ്റ്റ് ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് ഇവരെല്ലാവരും കൂടി കേരളത്തെ നവോത്ഥാനത്തിന് വിധേയമാക്കി എന്ന് പറഞ്ഞ വാദം എനിക്ക് സ്വീകാര്യമല്ല എന്ന് തന്നെയാണ് കേരളത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കേരളം നേരിടുന്ന അടിസ്ഥാനപരമായ ഈ നവോത്ഥാന ഘട്ടത്തിൽ തന്നെ സമാന്തരമായി വേറൊരു പ്രക്രിയയ്ക്കും കേരളം വിധേയമാവുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വം നവോത്ഥാനം നടക്കുന്നു, അവർണ ഉണർവുണ്ടാകുന്നു. അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ പ്രാഥമികമായ മനുഷ്യാവകാശം, പൗരാവകാശം പോലുള്ള കാര്യങ്ങളിലേക്ക് നടക്കുന്നു. പൊയ്യിലപ്പച്ചൻ ഒരു മതകലഹത്തിലൂടെ തന്നെ സ്വന്തം അസ്തിത്വത്തെ പുനർനിർണയിക്കുന്നു. ഇങ്ങനെ പല ഡയമെൻഷനിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒരു ഒറ്റക്കൊട്ടയ്ക്കകത്ത് വെച്ച് വായിക്കാനൊന്നും പറ്റില്ല, പ്രശ്നമാണ്. പക്ഷെ കേരളത്തിലൊരു നവോത്ഥാനമേ നടന്നിട്ടില്ല എന്ന വാദവും ശരിയല്ല. മറിച്ച് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, 1872 തിരുവനന്തപുരത്ത് രൂപം കൊള്ളുന്ന മലയാളി സഭ മുതൽ ആരംഭിക്കുന്ന ഒരു ഹിസ്റ്ററിയുണ്ട്. അത് കേരളം കാര്യമായി പരിഗണിക്കാത്തൊരു ഹിസ്റ്ററിയാണ്. അവരാണ് ഈ പറയുന്ന മലയാളി മെമ്മോറിയലിൻ്റെ ഉപജ്ഞാതാക്കൾ. കേരളത്തിലെ ആധുനിക നോവൽ അടക്കമുള്ള ആധുനിക വിജ്ഞാനത്തിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ആ ധാരയിൽ നിന്ന് വരുന്നവരാണ്. അവർക്കാർക്കും ഈ നവോത്ഥാന പ്രക്രിയയിലെ ഏതെങ്കിലും സംഭവവുമായി ബന്ധമുള്ളവരല്ല. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു മൂല്യവും സ്വാംശീകരിക്കാതെയാണ് നമ്മുടെ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം പാകിയിരിക്കുന്നത്. ആ വിജ്ഞാനത്തിൽ ജീവിക്കുന്ന അങ്ങനെ ഒരു വിജ്ഞാനം ഇവിടെ പാകപ്പെടുകയും 30കളുടെ അവസാനമുണ്ടായ രാഷ്ട്രീയ പാർട്ടികൾ, അതിൻ്റെ സിദ്ധാന്തങ്ങൾ, ദേശീയ പ്രസ്ഥാനമാണെങ്കിൽ ദേശീയത, ദേശീയ പൗരത്വം, ബ്രിട്ടീഷ് വിരുദ്ധത എന്നിവ പ്രധാനപ്പെട്ട കേന്ദ്ര പ്രമേയമാക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വർഗവിപ്ലവം, സോഷ്യലിസം തുടങ്ങിയ കാറ്റഗറികളിലാണ് നിർണയനം നടത്തിയ സമൂഹത്തെ. ഈ രണ്ട് നിർണയനങ്ങളിലും ഈ നവോത്ഥാനത്തിൻ്റെ ധാര ഏതോ പഴയ പഴഞ്ചനായ എന്തോ ഒരു കാര്യമായി അടയാളപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി നവോത്ഥാനത്തിൻ്റെ സ്വീകാര്യമായ ഘടകങ്ങളെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ ഔട്ട് മോഡലായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു തുടർച്ചയില്ലാതെ പോയതിൻ്റെ കാര്യം. അതുകൊണ്ട് ജാതി വിരുദ്ധ മൂല്യങ്ങളോ അടിമത്ത വിരുദ്ധ മൂല്യങ്ങളോ കീഴാള സമൂഹങ്ങളുടെ സ്ട്രഗിളിൻ്റെ പ്രാധാന്യമോ ജാതി വ്യവസ്ഥയോ ഒന്നും കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിന് പ്രധാനമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാന നേതൃത്വത്തിലേക്ക് സവർണർക്ക്, സവർണ ചെറുപ്പക്കാർക്ക്, സവർണ വ്യക്തികൾക്ക് വളരെ ഈസിയായിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ അതിനുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റാണ്, അപ്പോൾ പിന്നെ വേറൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസ്സാണ്, പിന്നെ മറ്റൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസ്സായിട്ടും കമ്മ്യൂണിസ്റ്റായിട്ടും വിഷപ്പകർച്ച നടത്തിയ ഈ ഒളിഗാർക്കി എന്നിപ്പോൾ നമ്മൾ വിളിക്കുന്ന ഒരു അധികാര ഘടന അങ്ങനെയാണ് രൂപം. അപ്പോൾ നവോത്ഥാന മൂല്യങ്ങളെ ഞങ്ങളെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ വാദമൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെയല്ല, ശരിക്കും ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, അവർ അതിനെ ഔട്ട് മോഡലാക്കി മാറ്റി. ഈ KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊരു നാടകമുണ്ട്. അതിനകത്തൊരു ശാസ്ത്രികളുണ്ട്. ഈ ശാസ്ത്രികൾ NSSൻ്റെ നേതാവിനെ പോയി കാണുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇരിക്കുന്ന സമയത്ത്, സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ഈ ശാസ്ത്രികൾ
കീഴ്ശ്വാസം പോകുന്നത് പോലൊരു ശബ്ദമാണ് കേൾക്കുന്നത്. അത്രയും അപമാനിക്കപ്പെടുന്നൊരു കഥാപാത്രം. ഈ ശാസ്ത്രികൾ കേശവൻ ശാസ്ത്രിയോ അല്ലെ അയ്യങ്കാളിയോ ഒക്കെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് നാടകം കണ്ടപ്പോൾ എനിക്ക് പിൽക്കാലത്ത് ആ നാടകം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു ജനതയ്ക്ക് വേണ്ടി ഈ സമൂഹത്തെ പരിഷ്കരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരെ ഉൾക്കൊള്ളുകയല്ല, പരിഹാസ്യരാക്കി പുറന്തള്ളുന്നൊരു പ്രക്രിയയാണ് കേരളത്തിൽ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വലിയ പണിയൊന്നും എടുക്കാതെ ഈ പൊതുസമൂഹത്തെ സ്വാധീനിക്കുവാനും, കാരണം അവർ പരിഷ്കരിക്കപ്പെട്ട ഒരു വിജ്ഞാനത്തിൻ്റെയോ പരിഷ്കരിക്കപ്പെട്ട ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെയോ വക്താക്കളല്ല. കാസ്റ്റ് ഒരിക്കലും പ്രോബ്ലമാറ്റൈസ് ചെയ്യപ്പെടാത്ത ധാരയിലൂടെ വന്നവരാണ്. അപ്പോൾ കാസ്റ്റിനെ ഒരു പ്രിവിലേജായിട്ട് പോലും കാണാൻ കഴിയാത്ത വിധം ദയനീയമാണ് മലയാളിയുടെ സ്ഥിതി. ഈ കാസ്റ്റിനെ നമ്മൾ പൊളിറ്റിക്സിനകത്ത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്? അവർക്ക് കിട്ടിയില്ല, ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല. ദെയർ ഈസ് പ്രിവിലേജ്ഡ് കാസ്റ്റ്, അണ്ടർ പ്രിവിലേജ്ഡ് കാസ്റ്റ്, അൺപ്രിവിലേജ്ഡ് കാസ്റ്റ്. ഈ ബോധ്യം തലക്കകത്തുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നീതി ഇവിടെ പ്രവർത്തിക്കത്തുള്ളൂ. കാരണം കാസ്റ്റ് തന്നെ പ്രധാനമല്ലാത്തത് കൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അതുകൊണ്ട് കേരളത്തിൽ ജാതിയെ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ചവരെല്ലാം ജാതിവാദികളാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കുന്നൊരു സമൂഹത്തെ അവർക്ക് നിർമ്മിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഈ വൈക്കത്തെ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുശേഷമുള്ള വിവാദങ്ങളിൽ കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ പിന്നീട് താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിനെ നിഷേധിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വരുന്നത്. അതിന് താങ്കൾ മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു. ഒന്ന്, അദ്ദേഹം അത് നിഷേധിച്ചു. അപ്പോൾ വി.ഡി. സതീശൻ വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും പൊതുരാഷ്ട്രീയത്തിലേക്കും കടക്കുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. പിന്നെ സണ്ണിയം കവിക്കാട് വീണ്ടും അല്ലെങ്കിൽ സണ്ണിയം കവിക്കാടിൻ്റെ രാഷ്ട്രീയം വീണ്ടും ഇവിടെ നിന്ന് ഉയർക്കേണ്ട മറ്റൊരു സാഹചര്യത്തിലേക്ക് നിലനിൽക്കുന്ന ഒരു കേരളീയ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ വായിക്കുന്നത്? വി.ഡി. സതീശൻ ഈ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് എൻ്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട് സാധ്യമല്ല എന്ന വാർത്ത വരുന്നു. മറ്റൊരാളുടെ പേര് അവിടെ വരുന്നു, വൈക്കത്തിൻ്റെയാളാണ്, UDF സ്ഥാനാർത്ഥി. ഞാനല്ലത് മനസ്സിലായല്ലോ. ഏതാണ്ട് 1 മണിക്കൂറിനകം വി.ഡി. സതീശൻ എന്നെ വിളിക്കുന്നത്. അത് കഴിഞ്ഞില്ല, ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് എന്നോട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പുള്ളി പരിഗണിക്കുന്ന ഒരാളല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം യഥാർത്ഥത്തിൽ എനിക്ക് തന്ന വാക്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണല്ലോ എന്നെ വിളിച്ച് പറയുന്നത് നടന്നില്ല എന്ന്. ആ മനുഷ്യനാണ് 3-ാം ദിവസം പറയുന്നത് എനിക്കറിയത്തില്ല, പറഞ്ഞിട്ടില്ല, ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ഈ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പിള്ള കൊണ്ട് ഞങ്ങൾ പഞ്ചാബ് മോഡൽ സമരം നടത്തുന്നു. എറണാകുളത്തൊന്ന് പ്രസംഗിച്ച് ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ്. കേരള കോൺഗ്രസിൻ്റെ വേദിയാണ്. അപ്പോൾ അന്ന് ഈ ബിന്ദരൻവാലയൊക്കെ ഉള്ള കാലമാണ്. അവിടെ മറ്റേ സ്വതന്ത്ര പഞ്ചാബിന് വേണ്ടിയുള്ള വാദം ശക്തമായ ഒരു അമൃത്സറിൽ കേന്ദ്രീകരിക്കുകയും വെടിവെപ്പൊക്കെ നടന്ന ആ കാലഘട്ടത്തിലാണ് ഇയാൾ പറയുന്നത് ഞങ്ങൾ പഞ്ചാബ് മോഡൽ സമരം നടത്തും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുന്നു. പുള്ളിക്കെതിരെ കേസെടുത്തപ്പോൾ മന്ത്രിയാണെന്ന് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണം, കോടതി വെറുതെ വിട്ടാൽ തിരിച്ചെടുക്കാമെന്ന്. അപ്പോൾ പുള്ളി പുറത്ത് നിൽക്കുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അത് കുഴപ്പമില്ല, പിഴ പറ്റിയതാണ്, പുള്ളി അങ്ങനെ പഞ്ചാബ് മോഡൽ സമരം നടത്താൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നില്ല, അങ്ങനെ പ്രസംഗമധ്യേ പറഞ്ഞു പോയതാണെന്ന് കോടതി വെറുതെ വിട്ടു എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ പത്രക്കാർ, കെ കരുണാകരനാണ് മുഖ്യമന്ത്രി, കെ കരുണാകരനെ സമീപിച്ചു. പിള്ളയുടെ കാര്യം എന്താണ് അടുത്ത തീരുമാനം, ഏത് പിള്ള, എന്ത് പിള്ള എന്നാണ് കരുണാകരൻ അന്ന് തിരിച്ച് പത്രക്കാരോട് ചോദിക്കുന്നത്. ഏത് പിള്ള, എന്ത് പിള്ള എന്നാണ് ചോദിച്ചത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ യുക്തി എപ്പോഴും അങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു മാന്യത കാര്യത്തിൽ കാണിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കേരളത്തോട് പറയാമായിരുന്നു, അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. അത് സാധ്യമായില്ല. ചില കാരണങ്ങളാൽ അതെനിക്ക്
സാധ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അയാളെ ഇവിടെ ആരും തൂക്കിക്കൊല്ലാനില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിനകത്ത് എന്നെ അപമാനിക്കുന്ന വിധമൊരു പ്രസ്താവന നടത്തിയാൽ ഒരാൾക്കവിടെ സേഫ് സോൺ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കിലൂടെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. അതിൻ്റെ തുടർച്ചയിലാണ് ഈ അപമാനം പിന്നെ വലുതാവുന്നത്. അപ്പോൾ എന്നെ അപമാനിക്കുന്നത് സമൂഹത്തിൽ വലിയ അംഗീകാരം നേടിത്തരുമെന്നുള്ള ഒരു തോന്നൽ. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന താങ്കൾ നടത്തുമ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടിയിൽ പോലും താങ്കൾ പറയുന്നത് പോലുള്ള ഒരു ജാതി അധികാരത്തിൻ്റെ ഒരു സ്ട്രക്ചർ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതെങ്ങനെയാണ്? ഒരു സംശയം എന്താണ് അവിടെ നടന്നത്? അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൻ്റെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഘടന സവിശേഷമായൊരു രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് കേരളത്തിലെ പ്രിവിലേജ് കാസ്റ്റിലെ പുരുഷന്മാരുടെ ഒരു സംഗമ വേദിയാണ്. അവർ തമ്മിലാണ് മത്സരിക്കുന്നത്. അവരാണ് അധികാരം മാറി മാറി ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഈ പ്രിവിലേജ്ഡ് കാസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഒരു തമാശയായിട്ട് നമ്മൾ നേരിട്ട് കാണണമെന്ന് KPCC തീരുമാനിച്ചു എന്ന് പറയും. നമ്മൾ കാണുന്ന മുഖങ്ങളൊന്നും നോക്കി VD സതീശനെ കാണിക്കും, വേണുഗോപാൽ, രമേശ് ചെന്നിത്തലയെ കാണിക്കും, വേണുഗോപാലിനെ കാണിക്കും, സണ്ണി ജോസഫിനെ കാണിക്കും. ഇവന്മാരാരാ? ഇവരാരാ? ഇവരുടെ ഒരു പ്രിവിലേജ് പൊസിഷൻ എന്താ? 3 നായന്മാരും ഒരു സുറിയാനി ക്രിസ്ത്യാനി എന്നാണല്ലോ. ഇവരാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? അല്ല, KPCC എന്ന് പറയുന്നൊരു ബാനർ ഉപയോഗിച്ച് ഇവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും. അവരുടെ താല്പര്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നൊരു ജാതി ഘടന അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ ജാതി ഘടനയുടെ മുട്ടിയാണ് ഞാൻ പുറത്തു പോകുന്നത്. മനസ്സിലായില്ല? ആ ജാതി ഘടന സമ്മതിക്കില്ല. പുറത്തുനിന്ന് ഒരാളെ ഏറ്റെടുക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ റായ്പൂർ കോൺക്ലേവ് ഒക്കെ വന്നെങ്കിൽ ഇത് ഖാർഗെയുടെയൊക്കെ ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യമായിരിക്കും. ഖാർഗെ ആസ് എ ദളിത് എന്ന നിലക്ക് അയാൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അദ്ദേഹം പ്രസിഡൻ്റ് ആയതിനു ശേഷമാണ് ചത്തുപോയ കോൺഗ്രസ്സിന് ദേശീയമായൊരു ശബ്ദം ഉണ്ടായി വന്നത്. എന്നിട്ടും ഇത് മുഴുവൻ രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചാന്ന് പറഞ്ഞ് നടക്കാനാണ് ഇവർക്ക് താല്പര്യം. രാഹുൽ ഗാന്ധി അല്ല, അയാളാണ് പൊളിറ്റീഷ്യൻ ശരിക്കും. രാഹുൽ ഗാന്ധിയോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പുള്ളി അത് പറയുന്നുണ്ട്, അവരുടെ ടീം. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, കേരളത്തിലെ പ്രിവിലേജ്ഡ് കാസ്റ്റിൻ്റെ ഒരു സംഗമ വേദിയാണ് അധികാര രാഷ്ട്രീയം. അല്ലാതുള്ള നൈതിക രാഷ്ട്രീയം, പുറത്തുള്ള സമരങ്ങൾ, അതൊക്കെ എല്ലാവർക്കും ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അധികാരം എന്നത് ഈ പ്രിവിലേജ്ഡ് കാസ്റ്റിന് മാത്രമാണ്, അതിനകത്തേക്ക് പ്രവേശിക്കാൻ. അതേസമയം താങ്കളുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഇതിനകത്ത് സംഘപരിവാർ ഇടപെട്ടിരുന്നു എന്നുള്ളത് ഈ ഒരു തീരുമാനത്തിൽ. ആദ്യഘട്ടത്തിൽ തന്നെ അവരാണല്ലോ രംഗത്ത് വന്നത്. ഞാൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ രംഗത്ത് വന്ന് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കരുതെന്ന് പറഞ്ഞത് സംഘപരിവാറാണ്. അതിനെ മറികടക്കാൻ കോൺഗ്രസ്സിനായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ മറികടക്കാൻ കഴിയുന്ന കരുത്ത് കോൺഗ്രസ്സിനില്ല. കോൺഗ്രസ് അത് തന്നെയാണ് അനുവർത്തിക്കുന്നത്. അതേ അപ്രോച്ചാണ്, അതേ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കോൺഗ്രസ്സിനുള്ളത് എന്നതുകൊണ്ട് കോൺഗ്രസ് അതിനെ മറികടന്ന് പോകാൻ പറ്റുന്നില്ല. അതിന് കോൺഗ്രസ് ഒരു വലിയ നല്ല ജനാധിപത്യ പ്രസ്ഥാനമാണെന്നൊന്നും ആരും കരുതണ്ട എന്നുകൂടി ആണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിന് ശേഷം ഉണ്ടാകുന്നത് സവിശേഷമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അജയ് തറയിലിൻ്റെ ഒരു സാമൂഹ്യ മാധ്യമത്തിലൊരു പോസ്റ്റും താങ്കൾക്കെതിരെയുള്ള വളരെ അധിക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനകളും ഒക്കെയായിരുന്നു. ഇത്തരം ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഒരു കോൺഗ്രസ് നേതാവ് വരുന്നതിൻ്റെ പിന്നിലുള്ളൊരു ഒരു സാഹചര്യം എങ്ങനെയാണ് താങ്കൾ വായിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസ്സിനകത്ത് വൈക്കം സീറ്റിനെ സംബന്ധിച്ച് നടന്ന ചർച്ച ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി നിഷേധത്തിന് ശേഷം പിന്നെ നടന്നൊരു ചർച്ച, ഈയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ് അയാളുടെ റൈറ്റപ്പിലൂടെ പുറത്തു പോകുന്നത്. അതങ്ങനെ പരിഗണിക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര അബദ്ധമായി പോയി എന്നായിരിക്കാം അവർ ചർച്ച ചെയ്തത്. അതിപ്പം നമുക്കൊരു ഭാരമായി മാറി. ആരും ഒരു കാര്യത്തിലേക്ക് എടുക്കേണ്ടതില്ല. അങ്ങനെയാണ്
വി.ഡി. സതീശൻ അങ്ങനെ ചർച്ച നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ അപ്പോൾ കോൺഗ്രസ്സിനകത്ത് നടന്ന ഡിസ്കഷൻ്റെ ഒരു പൊട്ടിപ്പുറപ്പെടലാണ് ഈ അജയ് തറയിൽ എന്ന് പറയുന്ന ആളിൻ്റെ പോസ്റ്റ്. കോൺഗ്രസ്സിന് അറിവില്ലായ്മ അതിനകത്തില്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും അധിക്ഷേപകരമായ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് എനിക്കെതിരെ ആർക്കെതിരെയും ആകട്ടെ നിങ്ങളത് പിൻവലിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടാത്തത് എന്തുള്ള അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇവരൊക്കെ പറഞ്ഞ് കൊടുത്ത് എഴുതിച്ചതായിരിക്കാനും വഴിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാളും കുറ്റവിമുക്തനാണെന്ന് ഞാൻ പറയത്തില്ല. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതിനുള്ള ധൈര്യം കറേജ് അയാൾക്ക് കിട്ടുന്നത് കോൺഗ്രസ്സിനകത്തെ ഡിസ്കഷനിൽ നിന്നാണ്. കോൺഗ്രസ്സിൽ അങ്ങനെ ഡിസ്കഷൻ നടത്തുന്നില്ലെങ്കിൽ അജയ് തറയിൽ അങ്ങനെ പോസ്റ്റ് ഇടിയല്ല, ഒരു സംശയമില്ല അതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കൾക്കാണ്. അതിനകത്ത് ആരൊക്കെയാണ് നേരിട്ട് പറഞ്ഞത് പറയാത്തതെന്നൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചർച്ചകളാണ് അജയ് തറയിലിനെ കൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇടിച്ചത്. അത് അജയ് തറയിലെ മാത്രം ഒരു സൃഷ്ടിയാണെന്ന് ഞാൻ എന്തായാലും അതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു അക്രമം? അതായത് ഈ എന്തുകൊണ്ട് എൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നത് പരിഗണിച്ചിരുന്നു എന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നിഷേധിച്ചത് എന്ന ഒരു ചോദ്യം ഇവിടെ മുന്നിലേക്ക് വരുന്നത്. അതിനകത്ത് അവർ പറയുന്ന ന്യായം രണ്ടും ഫ്ലോപ്പായ ന്യായങ്ങളായിരുന്നു. നേതാക്കൾ പറഞ്ഞ ന്യായം ഒന്ന്, ഞാൻ ഗാന്ധി വിരുദ്ധനാണ് എന്നാണ്. ഞാൻ ഗാന്ധി വിരുദ്ധനൊന്നുമല്ല, പക്ഷെ ഗാന്ധി വിമർശകനാണ്. അത് ആയിരുന്നു, ഇപ്പോഴാണ്, നാളെയും ആയിരിക്കാൻ വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കൺവിക്ഷനാണ്. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് പറയുന്നത്. ഒരടിസ്ഥാനവും ഇല്ലാതെ ഒരാളെയും ഞാൻ വിമർശിക്കാറില്ല. ഗാന്ധി ആയാലും അംബേദ്കർ ആയാലും ആരെയും വിമർശിക്കാറില്ല. നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം പറയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനും ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന്. രണ്ടാമത്തെ സംഗതി, ഞാൻ മാത്രമാണോ ഗാന്ധി വിമർശിച്ചത്? ലോകത്ത് ഒത്തിരി പേര് വിമർശിച്ചു. സാക്ഷാൽ നെഹ്റു തന്നെ വിമർശിച്ചിട്ടുണ്ട്, അംബേദ്കർ വിമർശിച്ചിട്ടുണ്ട്, രാം മനോഹർ ലോഹ്യ വിമർശിച്ചിട്ടുണ്ട്, സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടു തന്നെ പോയി ഗാന്ധിയെ സഹിക്കാൻ മേലായിട്ട്. ഇതൊക്കെയാണ് ഗാന്ധി വിമർശനത്തിൻ്റെ ചരിത്രം. അപ്പോൾ അതിനകത്ത് ഞാൻ ഏതോ പ്രസംഗത്തിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗത്തിൽ ഗാന്ധിയുടെ റോൾ സംശയാസ്പദമാണെന്നുള്ള ആ നിലപാട് എനിക്കിപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ ആ സമരത്തെ നിർവീര്യമാക്കുന്നതായിരുന്നു. അതായത് ഇത് ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറയുന്നത് തന്നെ ശുദ്ധ തട്ടിപ്പാണെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം അവിടെ യഥാർത്ഥത്തിലൊരു ഈ ശരിക്കും പ്രജാപദവിയുള്ള ഒരാൾക്കൂട്ടം പൗരന്മാരായി സ്വയം പരിവർത്തനപ്പെടുന്ന ഒരു ചരിത്രഘട്ടമാണ്. അതുകൊണ്ടാണ് ജോർജ് ജോസഫും അബ്ദുൾ റഹ്മാനും ഒക്കെ അതിൻ്റെ ഭാഗമാകുന്നത്. ഇത് ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യമല്ലെന്ന്. പബ്ലിക് റോഡിലൂടെ മനുഷ്യർക്ക് നടക്കാനുള്ള അവകാശം എങ്ങനെയാണ് ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യമായി മാറുന്നത്? ആ കാര്യത്തിൽ എനിക്ക് അപ്പോഴും വിമർശനമുണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെ ഞാനത് ഉന്നയിക്കും. അതിപ്പോൾ അവിടെ വൈക്കത്തെ അവരെന്നെ സ്ഥാനാർത്ഥിയാക്കിയാലും ഞാനത് ഉന്നയിക്കും. ഞാൻ ജയിച്ചാലും ഉന്നയിക്കും, തോറ്റാലും ഉന്നയിക്കും. അത് ഉന്നയിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ ഞാൻ ഗാന്ധി വിരുദ്ധനാണ്. അപ്പോൾ രണ്ടാമത്, ഈ ഗാന്ധി വിരുദ്ധനാന്ന് പറയുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിക്കാരാണത്ര പ്രമേയം പാസ്സാക്കിയത് ഞാൻ ഗാന്ധി വിരുദ്ധനാണെന്ന്. ഈ കേരളത്തിലെ കോൺഗ്രസ്സിൽ എത്ര ഗാന്ധിയന്മാരുണ്ടെന്നൊരു ചോദ്യം എനിക്കുണ്ട്. ഒറ്റ ഒരുത്തനില്ല. ഞാൻ എഴുതി തരാതെ ഒറ്റ ഒരുത്തനില്ല. അപ്പോൾ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഞാൻ ഗാന്ധി വിരുദ്ധനാണെന്ന് പറഞ്ഞ് എന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത്? ഇവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവർ നൈതികമായി യോഗ്യതയുള്ളവരാണെങ്കിൽ ഒരു വിമർശകനെ താങ്ങാൻ കോൺഗ്രസ്സിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതല്ല, ഒരു ന്യായം അതായിരുന്നു. രണ്ടാമത്തെ ന്യായം, അദ്ദേഹം ശബരിമല കേസിൽ വേറെ അഭിപ്രായം ഉണ്ടായിരുന്ന ഒരാളാണ്. ശബരിമല കേസിൽ എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ വിധി അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അനുസരിച്ച് ശരിയാണെന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ആളാണ്. ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്നല്ല
എനിക്കങ്ങനെ ആരും പോകരുതെന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നത്. ഒരു സ്ത്രീയും പോകരുതെന്നാണ് വിചാരിക്കുന്നത്. ഒരു പുരുഷനും പോകേണ്ട കാര്യമില്ലാത്ത സ്ഥലമാണ്. യുക്തിവാദമല്ല പറയുന്നത്. ഇത് വലിയ കച്ചവടവും ഒരു രാഷ്ട്രീയ പ്രോസസ്സുമാണ്. ഭക്തിയല്ല അവിടെ നടക്കുന്നത്. മനുഷ്യർ അനാഥ ജന്തുക്കളായതുകൊണ്ട് ദൈവങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അവർക്ക്. ആ ക്രൈസിസ് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ശബരിമല അതല്ല. അപ്പോൾ ശബരിമലയിൽ എങ്ങനെയെങ്കിലും സ്ത്രീകൾ കയറണം എന്നുള്ള യാതൊരു അഭിപ്രായവും എനിക്കില്ല. സുപ്രീം കോടതി പറയുന്ന കാര്യം, ശബരിമലയിലെ അയ്യപ്പന്മാർ സവിശേഷ അവകാശമുള്ള ഒരു വിഭാഗമല്ല. അതുകൊണ്ട് ശബരിമല ഈസ് എ പബ്ലിക് സ്പേസ്. ആ പബ്ലിക് സ്പേസിലേക്ക് സ്ത്രീകൾ വരരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ഇതാ പറയുന്ന കാര്യം. ഇത് അംഗീകരിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതല്ലാതെ സ്ത്രീകളെ സംഘടിപ്പിച്ച് ശബരിമലയിൽ കയറി കലാപമൊന്നും ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ല. അവരാരും പോകണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഒരാൾ പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവരെ തടയരുത് എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഒരാൾ പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവരെ യുവന്മാരെല്ലാം കൂടി ഈ പറഞ്ഞ RSS ഗുണ്ടകളെല്ലാം വന്ന് തടയരുത്. അത്രേ എനിക്ക് അഭിപ്രായമുള്ളൂ. കോൺഗ്രസ്സുകാരും എല്ലാം കൂടി തടയരുത്. ഈ നിലപാടിൽ എന്താ പ്രശ്നം എനിക്കറിയത്തില്ല. ഈ അജയ് തറയലിൻ്റെ ഈ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഈ ഒരു സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വളരെ വ്യക്തിപരമായിട്ട് താങ്കളുടെ ജാതീയമായിട്ടും വംശീയമായിട്ടും ജന്മത്തെ സംബന്ധിച്ചിടത്തോളം കൺവേർഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അധിക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹം ഇറക്കുന്നത്. അതിന് താങ്കളത് മാധ്യമങ്ങളിലൂടെ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത്? ആ പോസ്റ്റിലൂടെ അദ്ദേഹം യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നത് ആ പോസ്റ്റ് വായിക്കുന്ന ആർക്കും മനസ്സിലാവുന്നൊരു കാര്യം. ഇയാൾ 2-3 ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തൊരാളായിട്ടാണ് അയാൾ എന്നെ അതിനകത്ത് അടയാളപ്പെടുത്തുന്നത്. ഞങ്ങളുടെ നാട്ടിൽ സണ്ണി കവിക്കാട് എന്ന് പറയുന്നൊരു കവിയുണ്ടായിരുന്നു. ആ കവിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരാണ് എൻ്റെ അച്ഛനും അമ്മയാണെന്നും പറഞ്ഞിട്ട് പുള്ളി അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണവും നടത്താതെ ആണ് ഒരാളുടെ മാതാപിതാക്കളെ മാറ്റി എഴുതിയിട്ടാണ് അദ്ദേഹം പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരു സവർണ വ്യൂവിലുള്ള അവർ കൊണ്ടു നടക്കുന്ന അവരുടെ സംഭാഷണങ്ങളിൽ, അവരുടെ ജീവലോകത്ത്, ലൈഫ് വേൾഡിൽ അവർ കൊണ്ടു നടക്കുന്ന വീക്ഷണത്തെ അരക്കിട്ടുറപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊന്ന് അദ്ദേഹം പറയുന്നത്, ഞാൻ മതം മാറിയവനാണ്. മതം മാറാൻ ഇന്ത്യയിൽ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് മതം മാറിയ ആളാണ് ഞാൻ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറച്ചു വെക്കേണ്ട കാര്യമില്ലാത്ത കാര്യമാണ് അത്. മതം മാറാൻ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് മതം മാറിയ ഒരാളാണ് ഞാൻ. അതിലെന്താണ് കുറ്റമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ സംഗതി അദ്ദേഹം പറയുന്നത് ദളിത് ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് SC സീറ്റിൽ മത്സരിച്ചാൽ കേസ് നടക്കാൻ സാധ്യതയുണ്ട്. നമ്മളിതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെയാണോ ഈ കാര്യത്തിൽ ഇടപെടുന്നത്? അപ്പം മനുഷ്യരെ പറ്റിക്കുന്ന ഒരാളാണ്. അപ്പോൾ മതം മാറിയത് തന്നെ ജോലി മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ 3 കാര്യങ്ങളിലൂടെ മനുഷ്യനെ പറ്റിക്കുന്ന ഒരാളാണ് ഞാനെന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ഇത് ഇന്ത്യയിലെ മുഴുവൻ ഈ പറയുന്ന ഈ കീഴാള സമൂഹങ്ങളെന്ന് വിളിക്കപ്പെടുന്ന സമൂഹങ്ങളിൽ തലയുയർത്തി നിന്ന എല്ലാവരോടും ഈ സവർണ ഒളിഗാർക്കി, സവർണ ഇൻ്റലിജൻഷ്യ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അവർ ഇത്തരത്തിൽ വലിയ കുഴപ്പക്കാരാണെന്ന് അവർ കണ്ടെത്തുന്ന ആദ്യം വ്യക്തിപരമായി കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യർ എന്ന ഒരു ലേബലാണ്. ഡോക്ടർ അംബേദ്കർ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കത്തി നിൽക്കുമ്പോൾ ബ്രിട്ടീഷ് ചാരനാണെന്ന് EMSന് തോന്നുന്നത് അതുകൊണ്ട്. അങ്ങനെ അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ ഈ ദേശീയ സമരത്തിൻ്റെ വികാര വായ്പിൽ നിൽക്കുന്നൊരു ജനതയ്ക്ക് മുന്നിൽ ഇയാൾ ബ്രിട്ടീഷ് ചാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അസ്തമിപ്പിക്കാൻ കഴിയുമോയെന്നാണ് EMSൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. ഇതേ സവർണ ബുദ്ധിയാണ് പിന്നോക്കക്കാരൻ കൂടിയായ അജയ് തറയിൽ
എനിക്കെതിരെ പറയുന്ന ആദ്യത്തെ ആരോപണം നിയമ ലംഘകനാണ്, അവസരം നോക്കിയാണ്, അവസരവാദിയാണ്, സ്വന്തം ജീവിതം നന്നാക്കാൻ വേണ്ടി എന്ത് കൗശലവും ചെയ്യുന്ന ആളാണ് എന്ന നിലക്കൊക്കെയാണ് ആദ്യത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം, വൈക്കം പോലെ തോക്കുന്ന മണ്ഡലം തിരഞ്ഞെടുത്ത് സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ ഞാനോ മീഡിയയോ കേരളത്തിലെ മീഡിയയോ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയത്തില്ല. ഞാനെന്തായാലും പറഞ്ഞിട്ടില്ല. ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മീഡിയയും പറഞ്ഞിട്ടുണ്ട്. ഞാനാകാൻ സാധ്യതയുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് പരിഗണിക്കുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ വളരെ പരസ്യമായിട്ട് തന്നെ മുസ്ലിം വിരുദ്ധത എന്താണെന്നുള്ളത് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ആണ് പിന്നെ ഈ നവോത്ഥാന സമിതിയുടെയൊക്കെ ചെയർമാനായിട്ട് വരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ ആ ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നിരുന്നു, സർക്കാർ തന്നെ പങ്കെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. ഞാൻ പോയിരുന്നില്ല. ആ ലിസ്റ്റ് കണ്ടതുകൊണ്ടാണ് അത്ര വലിയ സാഹസമെടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനിവിടെ എത്തി. ലിസ്റ്റ് എടുത്ത് പരിശോധിക്കും. ഇത് ഹിന്ദു സംഘടനകളുടെ ലിസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഗാന്ധി വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അതാണ് ശബരിമലയെക്കുറിച്ച് സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഹിന്ദുക്കളുടെ ഒരു ആഭ്യന്തര പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നീതിയുടെ പ്രശ്നമായിട്ടോ സമഭാവനയുടെ പ്രശ്നമായിട്ടോ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ പ്രശ്നമായിട്ടോ ഒന്നുമല്ല. നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ഹിന്ദു പ്രശ്നമായിട്ട് ഹിന്ദു സംഗതിയായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. വലിയ പെശകൊണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ എല്ലാ തരത്തിലുള്ള അവർ വിജയിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ആ ഒരു ആന്തോളനത്തിൽ അവരെല്ലാവരും പെട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളത് കാണാതിരുന്നു കൂടെ. അത് മുന്നോട്ട് പോയില്ല എന്നത് ശരിയാണ്. അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്നത് ശരിയായിരിക്കാം, പക്ഷേ നടന്നില്ല എന്ന് അതിനർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദു സംഘടനകളായതുകൊണ്ടും വിവേചനമില്ലാതെ, യാതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ ഈ ഹിന്ദു സംഘടനകളെ മുഴുവൻ വിളിച്ചു വരുത്തിയുള്ള ആലോചനകൾക്കകത്ത് നിന്ന് വന്ന ഒരു പ്രോഡക്റ്റാണ് വെള്ളാപ്പള്ളി നടേശൻ. പിന്നെ അദ്ദേഹം പുറത്തിറങ്ങുന്നത് ഒരു മുസ്ലിം വിരുദ്ധനായിട്ടാണ് പുറത്തിറങ്ങുന്നത്. മുസ്ലിം വിരുദ്ധത എന്ന് പറയാൻ, അത് ആദ്യം ക്രിസ്ത്യൻ വിരുദ്ധത കുറേ കാലമൊക്കെ പറയുന്നത് വളരെ മൈൽഡായിരുന്നു. അത് കഴിഞ്ഞ് മുസ്ലിം വിരുദ്ധമായ, മുസ്ലിങ്ങളാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന സംഘപരിവാറിൻ്റെ അതേ ആരോപണമാണ് അദ്ദേഹവും ഏറ്റെടുത്ത് പറയുന്നത്. അത് പറയുന്നത് ഞാൻ അയാൾ പിന്നോക്കക്കാരനായ ഒരു സംഘടനയുടെ, പിന്നോക്ക ജാതി സംഘടനയുടെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഇത് പറയുന്നതിൻ്റെ പിന്നിൽ ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ മുന്നേറ്റം സാധ്യമാക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായി കൂടിയാണ് അദ്ദേഹം. ഇതെല്ലാം തമ്മിലൊന്ന് പൊരുത്തപ്പെടാതെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാം, പക്ഷേ അതിനകത്ത് വലിയ പൊരുത്തക്കേടൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഈ ഹിന്ദുത്വ ആശയങ്ങളുടെ മേൽ കയറിയിരിക്കുന്ന ആരും ആദ്യം പറയുന്നൊരു കാര്യമാണ് മുസ്ലിം വിരുദ്ധത. അതിനകത്തുനിന്ന് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതല്ല വേറൊരു വേ ഔട്ട് അതിനില്ല. മുസ്ലിമിനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു നരേറ്റീവാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അത് അല്ലാതെ അതിനൊരു ഉള്ളടക്കമേ ഇല്ല. അത് ഞാൻ പറയാം. വെള്ളാപ്പള്ളി നടേശൻ എല്ലാ 2 വർഷം കൂടുമ്പോഴും പെരുന്നയിലൊന്ന് പോകാൻ ശ്രമിക്കും. പെരുന്നക്കാർ സമ്മതിക്കില്ല. ഇപ്രാവശ്യം അതൊരു പടി കൂടി മുന്നോട്ട് പോയി. പെരുന്നയിൽ പുള്ളി സ്വീകരിക്കപ്പെട്ടു. സുകുമാരൻ നായരുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. നായർ ഈഴവ ഐക്യം എന്ന ഒരു പ്രസ്താവനയും പുറത്തു വന്നു. അത് പിന്നെ അത് ഞങ്ങളെല്ലാ ഹിന്ദുക്കളെയും കൂട്ടും. ഇപ്പോൾ തൽക്കാലം ഞങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കട്ടെ എന്നാണ്. രണ്ടാം ദിവസം പിന്നെയും വാർത്ത വന്നു, നായർ ഈഴവ സഖ്യം പൊടിഞ്ഞു. ഈ ഒരു മൂവ്മെൻറ്റിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രാഷ്ട്രീയ കൗശലമാണ് വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചെന്നാണ് സുകുമാരൻ നായരുടെ ആരോപണം. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം സുകുമാരൻ നായർ സത്യസന്ധരായ മനുഷ്യനാണെന്ന്. അതായത് സവർണ ജാതിയിലെ ഒരാൾ,
ഒരു അവർണനെ ചൂണ്ടിക്കാട്ടി അവൻ രാഷ്ട്രീയ കൗശലമുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ അതേ ആൾ തന്നെ തിരിച്ചു പറയുന്നു ഇയാൾ സത്യസന്ധനും മഹാനുമായ ആളാണെന്നാണ് പറയുന്നത്. കാസ്റ്റ് പവർ റിലേഷൻ്റെ ഒരു സംഭവമാണത്. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ പ്രചോദനം ഈ മൂവ്മെൻറ്റിന്? ഞങ്ങൾ സവർണവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ജീവിക്കുന്നത് എന്നതാണ് അതിൻ്റെ കാര്യം. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നായരുമായി ഒരു ജീവിതം അവർക്ക് ആവശ്യമുണ്ട്. OBC വിഭാഗങ്ങൾ, OBC വിഭാഗത്തിന് നായർക്ക് അത് പെട്ടെന്ന് പിടികിട്ടുകയാണ്, പിടിച്ചു പുറത്താക്കി. ഇതാണ് സംഭവിച്ച കാര്യം. പണ്ടൊക്കെ പറയില്ല, ഞങ്ങളുടെ പറമ്പിൽ കയറരുതെന്ന് പറയുന്ന പോലെ പെരുന്നിനി കണ്ടുപോകരുതെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ കാര്യം. ഇതങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാവണം. ഈ OBC എന്ന് പറയുന്നത് ഈഴവർ മാത്രമല്ല, വേറെ ഒത്തിരി ജാതികൾ, ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത വേറെ ഒത്തിരി ജാതികളൊക്കെ. ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കിടയിൽ നിന്ന് കുറച്ചൊരു സാമ്പത്തിക വിഭാഗം ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ തർക്കമൊന്നും, കുറച്ചുകൂടി ഓർഗനൈസ്ഡാണ് അവർ, ഇതിലും തർക്കമൊന്നുമില്ല. പക്ഷേ ഇത് സവർണതയിലേക്കുള്ള പ്രവേശനമായി അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ സവർണരോട് കൂട്ടുകൂടാൻ അവരെപ്പോഴും തയ്യാറാണ്. പക്ഷെ അവരെ മറ്റവരെപ്പോഴും ചവിട്ടിക്കൊണ്ടിരിക്കും. ഈ ചവിട്ടുവാന്നുള്ള കാര്യം പോലും മനസ്സിലാകാതെ പിന്നെ ഇവർ കൂട്ടുകൂടാൻ പോകുന്ന വിധിയാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്. അപ്പോൾ അതിൽ ഈ സവർണ വിഭാഗങ്ങളെ കൂടി സന്തോഷിപ്പിക്കുന്ന, അവർക്ക് കൂടി കുറച്ച് ബലം കൊടുക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധതയുടെ പ്രചാരകനായിട്ട് അയാൾ മാറുന്നു. അയാൾ ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വന്നതിനെക്കുറിച്ച് 2 കമൻറ്റുകളാണ് പുറത്ത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ അയാൾ എന്തിനാ കയറ്റിയെന്ന് കേരളം ചോദിച്ചു. അയാളൊരു മുസ്ലിം വിരുദ്ധ പ്രസ്താവന രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് നടത്തുന്ന ഒരാളെ മുഖ്യമന്ത്രി കൂടെ കൂട്ടിക്കൊണ്ടുവന്നത് ശരിയായില്ല എന്നുള്ളതായിരുന്നു വിമർശനം. പുള്ളി അതല്ല പറയുന്നത്. പുള്ളി അതിൻ്റെ മറുപടി, എനിക്ക് എന്നെ അയിത്തം ഉണ്ടോയെന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ കോടീശ്വരനാണെങ്കിൽ അയിത്തം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. അതില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി വലിയ പൈസക്കാരനാണ്, വലിയ സംഘടനയുടെ ആളാണ്. അതുകൊണ്ട് പുള്ളി അയിത്തത്തെ മറികടന്നാണ് പോയെന്ന് വിചാരിക്കുന്ന ഒരു സ്വയം തെറ്റിദ്ധരിച്ചൊരു മനുഷ്യനാണ് അയാൾ. അവിടെ ചോദിച്ചു, അയിത്തമുണ്ടോ? എനിക്കെന്നെ അയിത്തമുണ്ടോ എന്നാണ് ചോദിക്കും. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറാൻ എനിക്കെന്താ അയിത്തമുണ്ടോ? അയിത്തം ഉണ്ടെന്നേ, അത് പുള്ളി മനസ്സിലാക്കണം. അപ്പോൾ മുഖ്യമന്ത്രി കാറിൽ കൊണ്ടുവന്ന് വെറുതെ അല്ലെന്ന് പിറ്റേ ദിവസം പോലും നമ്മൾ മനസ്സിലാക്കി. ഇതേ ഈ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പാർട്ടി സെക്രട്ടറി തന്നെ ആവർത്തിക്കാൻ തുടങ്ങി. CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ നിരന്തരം ആവർത്തിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയും ഞങ്ങൾ മുസ്ലിങ്ങളെ അല്ല ലീഗിനെയാണ് ആക്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ജമാഅത്തെ ഇസ്ലാമിയാണ് ആക്രമിക്കുന്നത് എന്ന് പരസ്യം. ഫലത്തിൽ ഇത് മുസ്ലിങ്ങൾക്കെതിരായ ഒരു വിദ്വേഷ പരാമർശമാണെന്ന് മനസ്സിലാക്കാതല്ലത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യക്കകത്ത് നിരോധിക്കപ്പെട്ട സംഘടനയൊന്നുമല്ല. ഇവർ നിരോധിക്കട്ടെന്നേ, ഇവരല്ലേ കേരളം ഭരിക്കുന്നത്, ശുപാർശ കൊടുക്കട്ടെ കേന്ദ്ര ഗവൺമെൻറ്റിന്. ഇവർ ഭീകര സംഘടനയാണ്. ഇവർ അനധികൃതമായി നിയമം ലംഘിച്ചുകൊണ്ട് അനധികൃതമായി ചില കാര്യങ്ങൾ ചെയ്യുന്നു. നിരോധിച്ചില്ലെങ്കിൽ ഭാവിയിൽ രാഷ്ട്രത്തിന് ദോഷമാകുമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ കേന്ദ്രത്തിന് ശുപാർശ അയക്കുക. അതല്ലേ ചെയ്യേണ്ട മര്യാദ. അല്ലാതെ നേരെ മതവഴിയുള്ള ജമാഅത്തെ ഇസ്ലാമി എന്തോ കുഴപ്പമാണ്. താങ്കൾ ഓൾറെഡി ഇപ്പം ജമാഅത്തെ ഇസ്ലാമിൻ്റെ പൈസ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണ വിധേയനാണ്. അത് ആരോപണം നിൽക്കട്ടെ. ഈ ആൾക്കാർക്ക് പലപ്പോഴും നമ്മുടെ ജീവിതം, നമ്മളതിൻ്റെ ഫുൾ ടൈമായിട്ട് വിശദമായിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരു ബ്രാഹ്മണിക് മൂല്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ നരേറ്റീവിനെതിരെ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഉണ്ടാക്കുമ്പോൾ താങ്കളെ പോലുള്ളവരെ നേരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പൈസ വാങ്ങിക്കുകയും അതുപോലെ തന്നെ മുസ്ലിം തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലുള്ള വേറൊരു നരേറ്റീവാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അടുത്ത കാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും പുതിയ നരേറ്റീവുകൾ അങ്ങനെയാണ്. എന്താണ് തോന്നുന്നത്? നമ്മൾ കോർണർ ചെയ്യാൻ അവർക്ക് എളുപ്പം കഴിയുന്ന ഒരു നരേറ്റീവായിട്ടാണ് അവർ സ്വയം അതിനെ കാണുന്നത്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പണം മേടിക്കുന്ന ആളാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ്,
ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ ചെയ്യുന്ന ഭീകരപ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടി വാടകയ്ക്ക് പ്രസംഗിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മളെ ഒരു നൈതിക ജീവിയായിട്ട് അവരൊരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ സ്വയം ഒരു നൈതിക ജീവിയാണല്ലോ. ഒരു മനുഷ്യൻ അങ്ങനെ ആയിത്തീരാൻ പറ്റും. പക്ഷേ ഒരു ദളിതനെ സംബന്ധിച്ച് അവൻ തുറന്ന് സംസാരിക്കുന്ന ഒരാളായാൽ അവൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്ന ആലോചിക്കുന്ന ഒരു സവർണ കുശാഗര ബുദ്ധി ഉണ്ടല്ലോ. അതാണ് ഈ നരേറ്റീവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. സ്വന്തമായിട്ട് ഒരിക്കലും അവനത് ചെയ്യാൻ സാധ്യതയില്ല. അവർക്ക് ഉറപ്പാണ് സ്വന്തമായിട്ട് ഒരിക്കലും അവനത് ചെയ്യില്ല. അവൻ ആരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീടൊക്കെ വന്ന് കണ്ടിട്ട് ഇതെന്തോ വലിയ കൊട്ടാരാന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. വളരെ ചെറിയ പൈസയ്ക്ക് മേടിച്ചൊരു വീടായിരുന്നു. അപ്പോൾ ഞാൻ 2 ലക്ഷം രൂപ ശമ്പളമുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് എങ്ങനെ വീട് വെച്ചെന്നൊക്കെ ഇവർ ആലോചിക്കുന്നത്. എനിക്ക് 1.5 കോടി രൂപ പിരിഞ്ഞപ്പോൾ കൈ കിട്ടിയ ഒരാളാണ്. അത്രയും ഭേദപ്പെട്ട ഉദ്യോഗം ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് ഈ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ വീടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വെറും ഒരു ഉദ്യോഗസ്ഥനാണ്. ഇതിനേക്കാൾ വലിയ വീട് വെക്കുമായിരുന്നു. അപ്പോൾ ഈ പലരും ഈ കഥയൊന്നും അറിയാതെയാണ് പറയുന്നത്. നമ്മൾ പ്രസംഗിച്ച് ജീവിക്കുന്ന ആളാണ്, പിരിവെടുത്ത് ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ ഒരു കഥ ഇവർക്ക് നിർമ്മിച്ചങ്ങ് കൊടുത്താൽ ശരിയാണ്. ഈ വീടിൻ്റെ ഫോട്ടോ ഏതോ ഒരു സംഭവത്തിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടോ ഇതുപോലെ വലിയ വീട്ടിൽ താമസിച്ചിട്ടാണോ ദളിതരെക്കുറിച്ച് പറയുന്നതെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ ആ നരേഷൻ്റെ ഒരു വലിയ വീട്ടിൽ താമസിക്കുന്ന ദളിതർ, കൊള്ളാവുന്ന വീട്ടിൽ താമസിക്കുന്ന ദളിതരെക്കുറിച്ച് പറയരുത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ വരേണ്ട ഒരു മറുചോദ്യം, കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ വീടിനേക്കാൾ ചെറിയ വീടാണ് എൻ്റേത്. കേരളത്തിലെ ലോക്കൽ രാഷ്ട്രീയ നേതാവിൻ്റെ വീടിനേക്കാൾ ചെറിയ വീടാണ്. പക്ഷെ ഞാൻ ഈ വീട് വെക്കുമ്പോൾ കുറ്റകൃത്യമാവുകയും അവർ വീട് വെക്കുമ്പോൾ അത് സുന്ദരമാവുകയും ചെയ്യുന്ന ഒരു ബോധ്യമാണ് കേരളത്തിനുള്ളത്. ഇപ്പം ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്ക് പോകാറുണ്ടെന്നേ. കഴിഞ്ഞ നോയമ്പിന് ഞാൻ പോയിരുന്നു. ഞാൻ പോവും, നാളെയും പോവും. അവർ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണെന്ന് എനിക്ക് ബോധ്യമായാൽ മാത്രമേ അത് ഈ പറയുന്ന എതിർക്കപ്പെടേണ്ട ഒരു ഗ്രൂപ്പാണെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ ആ സൗഹാർദ്ദം എനിക്ക് ഉപേക്ഷിക്കേണ്ട കാര്യമുള്ളൂ. അവരെ സാഹോദര്യത്തിൻ്റെ ഭാഗമായി കാണുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് അവരുടേതായ അസ്തിത്വവും അഭിപ്രായമുണ്ട്, അത് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. വേണമെങ്കിൽ വിമർശിക്കാം നമുക്ക്, അതിനൊന്നും കുഴപ്പമില്ല. അവരെ ബഹിഷ്കരിക്കണമെന്ന് പറയാൻ ഇവരാരാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ എവിടെ പോകണം, ഏത് വേദിയിൽ പ്രസംഗിക്കണം, ഇത് തീരുമാനിക്കാൻ പോലും നമുക്ക് ശേഷിയില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രസംഗിച്ച് നമ്മൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി കറങ്ങി നടന്ന് പ്രസംഗിച്ച് പൈസ മേടിച്ച് ജീവിക്കുന്ന ആളാണ്. 1 ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്ന ഒരാളാണ്. എനിക്ക് ഈ പൈസയൊന്നും വേണ്ടെന്നേ, അല്ലാതൊക്കെ ജീവിക്കാൻ പറ്റും എനിക്ക്. ഞാൻ പറയുന്നത്, ഞാനൊരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളല്ല, പൈസയുള്ള വീട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് 3 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എംഎക്കാരുണ്ടെന്നേ. അപ്പോൾ എനിക്കിതൊന്നും അപരിചിതമായ കാര്യമല്ല. എൻ്റെ അപ്പൻ എപ്പോഴും ഷർട്ട് ഊരി വെച്ചാൽ ആ ഷർട്ട് പോകട്ടെ ഇങ്ങനെ കെട്ടുകണക്കിന് നോട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. പൈസയൊക്കെ എണ്ണി വെക്കുന്നത് പിള്ളേരാണ്. നോട്ട് കെട്ടൊക്കെ ചെറുപ്പത്തിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 100 രൂപ നോട്ട് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കതുകൊണ്ട് ഈ പൈസ എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നവരോട് എനിക്ക് യഥാർത്ഥ സഹതാപം. അത് മാത്രവുമല്ല, ദളിതരെല്ലാം ദരിദ്രരായിരിക്കണമെന്ന് പറയുന്നതിനെ വെല്ലുവിളിച്ച് മറികടക്കേണ്ട ഒരു ജനതയാണ് ദളിതരെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും നല്ല വീടും വാങ്ങണം, വെക്കണം, കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വീട്. ഓരോരുത്തർക്കുള്ള ശേഷി പലത്. നല്ല വീട് വെച്ച് സ്വസ്ഥമായി ജീവിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. വീട്ടിൽ അലമ്പൊന്നുമില്ല, അതൊക്കെ ജീവിച്ചു പോവുക. നല്ല വാഹനം മേടിക്കുക, എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ വാഹനത്തിൽ പോവുക. നിനക്കെന്താ കുഴപ്പം? ഇത് നമ്മൾ ചെയ്യുമ്പോൾ മാത്രം കുറ്റകൃത്യവും, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവനെന്തായാലും മിടുക്കനാണ് കേട്ടോ എന്ന് തോന്നുന്നത് ബുദ്ധിയുണ്ടല്ലോ. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ജമാഅത്തെ ഇസ്ലാമി ഒരു മറ മാത്രമാണ്. അതിനെ പെരുപ്പിച്ചിങ്ങനെ പറയും. അവരെന്ത് കുറ്റകൃത്യം ചെയ്തെന്നാണ് പറയുന്നത്. ഇവർ ഒരു തെളിവ് പറയട്ടെ. ഇപ്പോൾ ഇന്ന് JB കോശി കമ്മീഷൻ
ദളിത് ക്രിസ്ത്യാനികളെ കുറിച്ച് പഠിക്കാനായിട്ട് ഇത് ചെയ്തൊരു സംഭവം. അതിനകത്ത് ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. ഇയാൾക്ക് അതിനെ പ്രാന്തുണ്ടോ? ലവ് ജിഹാദിന് തെളിവില്ലെങ്കിലും എന്തോ ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ട്. ക്രിസ്ത്യാനിയെക്കുറിച്ച് പഠിക്കാൻ, കേരളത്തിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷൻ നിയോഗിക്കുക. ഇയാൾ ലവ് ജിഹാദിന് തെളിവില്ലെങ്കിലും ഒരു മേൽനോട്ടമുള്ളത് നല്ലതാണെന്ന് പറഞ്ഞു. പണ്ട് നാട്ടിൻപുറത്ത് പറയും, അളിയൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പെങ്ങളൊന്ന് ശ്രദ്ധിച്ചോന്ന് പറഞ്ഞ പോലെയാണ്. ഇതുപോലുള്ള ഭയങ്കരമായ തരത്തിൽ മുസ്ലിം വിരുദ്ധത രക്തത്തിൽ അലിഞ്ഞ സുറിയാനി ക്രിസ്ത്യാനികൾ, അതായത് മുസ്ലിം സമുദായത്തിനെതിരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു സംശയം എപ്പോഴും നിലനിർത്തണം എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് അവിടെ ഉണ്ടാവുന്നത്. അത് സ്റ്റോറി ആയിട്ട് ഇങ്ങനെ പുറത്തു വരുന്നത് സംഭവം. മുസ്ലിങ്ങൾ അവർ ഭയങ്കര കച്ചവടക്കാരാണ്, മുസ്ലിങ്ങൾ കള്ളക്കടത്തിൻ്റെ ആശാന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റോറികളിങ്ങനെ നിർമ്മിച്ച് വിടുക. അപ്പോൾ ഈ നാട്ടിൻപുറത്തൊക്കെ ഇത് മലപ്പുറം ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ്. അല്ലെങ്കിൽ അവന്മാർ ഭയങ്കരന്മാരാണ് കേട്ടോ എന്നൊക്കെയുള്ള സാമാന്യ ചന്ദ്രനിലേക്ക് ഈ സംഭവം മുഴുവൻ വിടുകയല്ല. ഇപ്പം വളരെ വ്യാജ്യമായ വാർത്തകൾ സൃഷ്ടിച്ച് അത് വിതരണം ചെയ്ത് അത് വിശ്വസിപ്പിക്കുന്ന ഒരു സ്ഥിതി. ഇതിനെ ഇത്തരമൊരു ഘട്ടമുണ്ടാകുമ്പോൾ ജനാധിപത്യവാദികൾ ചെയ്യേണ്ടത്, ഞാൻ ഇനിയും ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പോകുമെന്നല്ലേ പറയേണ്ടത്? ഞാനത് പുനഃപരിശോധിക്കുന്നതാണ് പറയേണ്ടത്. പോകുമെന്ന് പറയണം. ഞാൻ ആ അഭിപ്രായക്കാരനാണ്, ഞാൻ പോവുകയും ചെയ്യും കേട്ടോ. ഞാൻ ലീഗിൻ്റെ പരിപാടിക്കും പോകാറുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്കും, സുന്നികളുടെ പരിപാടിക്കും പോകാറുണ്ട്. എനിക്ക് കിട്ടുന്ന ഒരു മുസ്ലിം വേദിയും ഞാൻ നിഷേധിക്കാറില്ല. പോകേണ്ട ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ ഈ ആരോപണമൊന്നും ഇല്ലെങ്കിലും നമ്മൾ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അതിനകത്ത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു മൊത്ത കച്ചവടക്കാരനായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത്. ഇത് പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ഈ ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ തീവ്രതയെ കൂടി അടയാളപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അതല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ ചില ശരികളൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്ന അതിബുദ്ധിയുണ്ട് അവൾ. അത് ഒട്ടും സ്വീകാര്യമായ, പുള്ളി പറയുന്നത് എന്നാ തെറ്റ് എന്നാ ചോദിക്കുന്നത്? പുള്ളി പറയണത് മലപ്പുറത്ത് ശ്വാസം വിടാൻ, ഞങ്ങളുടെ ആൾക്കാർ ശ്വാസം വിടാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്. പുള്ളി അവസാനം ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ യുക്തിയിലേക്ക് വന്നു. ഞാൻ ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത്, മുസ്ലിങ്ങളെ കുറിച്ചല്ലെന്ന് പുള്ളിയും പറയുന്നു. അപ്പം ഇതൊക്കെ ഏതാണ്ട് സമാനമാണ്. അതിൻ്റെ ഒരു വികൃതമായ യുക്തി ഉപയോഗിച്ച് ഒരു ജനതയെ ഈ അപരവൽക്കരിക്കുക എന്ന് പറയുന്നത് പിന്നെ നോർത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്നതിനേക്കാൾ തീവ്ര രൂപത്തിലാണ് കേരളത്തിൽ നടക്കുന്നത്. തീവ്ര രൂപത്തിലാണ്. അത് ഈ പറയുന്ന 48 മണിക്കൂർ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. നിർണായക സമയത്ത് ഈ അടി ആണ് പൊട്ടുന്നത്. ഇപ്പോൾ ഇവിടെ കലാപമൊന്നുമില്ലല്ലോ. അത് ഞങ്ങളിവിടെയുള്ള പണ്ട് ഈ ബീഫ് നിരോധനം വന്നപ്പോൾ ചർച്ചയുണ്ടായിരുന്നു. അത് ഇടതുപക്ഷ പ്രസ്ഥാനമുള്ളതുകൊണ്ടാണ് കേരളത്തിൽ ബീഫ് നിരോധിക്കാത്തെന്നൊരു വാദം ഡിവൈഎഫ്ഐയുടെ നേതാവ് പറഞ്ഞു. ഞാനതിനൊരു മറുപടി പറഞ്ഞു, കേരളത്തിൽ സുറിയാനി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉള്ളിടത്തോളം കാലം അത് ബീഫ് നിരോധിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവർ ഡിവൈഎഫ്ഐക്ക് എന്ന് വെറുതെ പറയുന്നതല്ലേ. യഥാർത്ഥത്തിൽ ഇവർക്ക് അവർ കാര്യമായ അവരുടെ ഇതിൻ്റെ മെനുവിൻ്റെ ഭാഗമാണ് ബീഫ് എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങളുടെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ബീഫ് വാങ്ങി കഴിക്കുന്നവരാണ്, അല്ലെ കോഴി വാങ്ങി കഴിക്കും. എല്ലാ ദിവസവും അത് മെനുവിൻ്റെ ഭാഗമൊന്നുമല്ല. പക്ഷെ അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ളവരുടെ വീടുകളിൽ, ഈ മുസ്ലിം വീടുകളിലും ഈ പറയുന്ന സുറിയാനി വീട്ടിലും ബീഫും മീൻകറിയും എല്ലാ ദിവസവും ഉണ്ട്. അത് പല തരത്തിൽ വെച്ചതുണ്ട്. അവരിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ബീഫ് നിരോധിക്കാൻ ഭക്ഷണത്തിൻ്റെ ഒരു ജൈവികതയുടെ ഒരു പ്രശ്നം കൂടിയാണ് അതല്ലേ? അതെ. ഇത് സംഘടന പ്രതിരോധിച്ച് നിർത്തുവാന്നവന് തോന്നണം. അവൻ എന്തൊരു പൊട്ടനായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അതേസമയം ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ്റെ ഒരു പ്രസ്താവന താങ്കളെ വിമർശിച്ചത്, അത് വലിയൊരു ചർച്ചയാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. അതായത് വിശപ്പാണ് പ്രശ്നം, മതമല്ല പ്രശ്നം എന്നുള്ളതിന് താങ്കൾ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിരുന്നു. എന്താണ് ഇത്തരം ഒരു പ്രസ്താവനകളെ എങ്ങനെയാണ് താങ്കൾ അനലൈസ് ചെയ്യുന്നത്? അതായത് മതമല്ല
പ്രശ്നം, വിശപ്പാണ്, കത്തുന്ന വയറിൻ്റെ വിശപ്പാണ് പ്രശ്നം എന്ന് പറയുന്നത് തെറ്റായൊരു ഡൈക്കോട്ടമിയാണത്. അത് ആയിരിക്കുന്ന ബാഗാണോ സുന്ദരം അതോ ആയിരിക്കുന്ന മനുഷ്യനാണോ എന്ന് ചോദിക്കുന്ന പോലെ വിഡ്ഢിത്തപൂർണമായൊരു വാക്യമാണത്. കാരണം മതം നിറവേറ്റുന്ന ധർമ്മവും വിശപ്പെന്ന ജൈവികമായൊരു സംഗതിയും ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അത് കമ്പയർ ചെയ്ത് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന ജന്തു മാത്രമാണെന്ന് പറയുന്നത് കൊണ്ടാണ്, വിശപ്പാണ് പ്രശ്നമെന്ന് പറയുന്നതിലൂടെ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന ഒരു ജന്തു മാത്രമാണെന്ന് സ്ഥാപിക്കുന്ന യുക്തിയെയാണ് ഞാൻ വിമർശിച്ചത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്നും ബൈബിളിലൊരു വാക്യമുണ്ട്. പിന്നെ എന്തുകൊണ്ട് കൂടിയാണ്? ഇറച്ചിക്കറി കൂടി വേണമെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, ഭക്ഷണം മാത്രം പോരാ മനുഷ്യന് ജീവിക്കാൻ. അവന് ഒരു ആന്തരികമായൊരു ജീവിതമുണ്ട്. അവന് അതിനുകൂടിയുള്ള ഭക്ഷണം കിട്ടണം. അത് അഭിമാനത്തിൻ്റെ രൂപത്തിലും പ്രൈഡിൻ്റെ രൂപത്തിലൊക്കെയാണ് അത് ആ സാധനം ചെന്ന് ചേരുക, വിശ്വാസത്തിൻ്റെ രൂപത്തിലൊക്കെയാണ്. അപ്പോൾ ഈ അഭിമാനം എന്നതും സ്വയം നിലനിൽക്കാനുള്ള അവകാശവും സ്വന്തം വിശ്വാസത്തെ മുറുകി പിടിക്കാനുള്ള അവകാശത്തെയും കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പാടി മറയ്ക്കുന്നൊരു കേവല യുക്തിയാണ്. കുചേലവൃത്തം വഞ്ചിപ്പാടുന്ന വിശപ്പാ പ്രശ്നമാണ്. അപ്പോൾ വിശപ്പ് മാത്രമല്ല വിശപ്പ് ഒരു പ്രശ്നം തന്നെ. അതുകൊണ്ട് വിശപ്പ് തീർത്താൽ മനുഷ്യൻ്റെ പ്രശ്നം തീർന്നു എന്നുള്ളതായിരുന്നു എൻ്റെ വിമർശനം. അങ്ങനെയാണെങ്കിൽ പിന്നെ കുറേ കപ്പ ഒഴുകി കൊടുത്ത് പ്രശ്നം തീർക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കപ്പ എന്നത് സാധാരണക്കാരൻ്റെ ഭക്ഷണമാണ്. അതിനെ അപമാനിച്ച് ശരിയായില്ല എന്നും പറഞ്ഞൊരു വിദേശത്ത് പോയി ജീവിക്കുന്ന, എന്നാൽ ഇവിടെ എന്തോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ്ബുക്കിൽ തള്ളുന്നൊരു സ്ത്രീയുണ്ട്. ഒരു വിദേശത്താണ് ജീവിതം. അപ്പോൾ അവർ പറഞ്ഞു ഇത് കപ്പ എന്നത് സാധാരണക്കാരൻ്റെ ഭക്ഷണമാണ്, അതിനെ അപമാനിച്ചത് ശരിയല്ല. ഞാൻ കപ്പയെ അപമാനിച്ചില്ലോ. കപ്പ കൊടുത്താൽ മതിയോ എന്നാണല്ലോ ചോദിച്ചുള്ളൂ. കപ്പ കൊടുത്താൽ തീരുന്നതാണോ മനുഷ്യൻ്റെ പ്രശ്നം എന്നാ ചോദ്യം. ആ ചോദ്യത്തിനൊരു ഉത്തരം പറയുന്നില്ല. കപ്പയെ അപമാനിച്ചു, വിശക്കുന്ന മനുഷ്യരെ അപമാനിച്ചു എന്നുള്ള ഒരു ബദൽ സ്റ്റോറി ഇടത് പ്രൊഫൈലുകൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അത് കാര്യമായി ക്ലച്ച് ചെയ്തില്ല. ഞാൻ പറഞ്ഞ കപ്പ എന്ന വാക്കിനോടാണ് മനുഷ്യർക്ക് കൂടുതൽ പ്രതിപത്തി ഉണ്ടായത്. അതിനകത്തൊരു മനുഷ്യസങ്കല്പമുണ്ട്. മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജനിച്ച ജന്തുവല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉള്ളടക്കം. അത് മനുഷ്യർക്ക് മനസ്സിലായി. അതുകൊണ്ട് ലോകം മുഴുവൻ അത് ആഘോഷിക്കപ്പെട്ടു. ഇവരുടെ പ്രൊഫൈലുകൾ ഇവിടെ കൊച്ചിയിലും തിരുവനന്തപുരത്തും കറങ്ങി അവസാനിക്കുകയായത്. നമ്മളതങ്ങനെ കാണുന്ന മതമെന്നത് എല്ലാ പുരോഗതിക്കും മനുഷ്യൻ്റെ പുരോഗതിക്കും എല്ലാം തടസ്സമാണെന്ന് പറയുന്ന വാദം തന്നെ ശരിയല്ലെന്നേ. കാരണം അതിൻ്റെ ദൗത്യം നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. അതിൻ്റെ ദൗത്യം മറ്റൊന്നാണ്. ഇത്രയും അനാഥനായ ജന്തു എന്ന നിലക്ക് മനുഷ്യനാണല്ലോ ലോകത്തിലെ ഏറ്റവും അനാഥ ജന്തു. അവന് കൂട്ട് വേണം, കൂട്ടുകാർ വേണം, വീട് വേണം, വീട്ടുകാർ വേണം, എന്തെല്ലാം കാര്യങ്ങളാണ് അവന് വേണ്ടത്. വേറൊരു ജന്തുവിനും ആവശ്യമില്ലാത്ത വിധം ഇവൻ മാനസികമായി പൂർണ്ണമായും അനാഥനായ ഒരു ജന്തുവാണ്. അതേസമയം കേരളത്തിലെ വികസന സങ്കല്പങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇവിടെ റോഡ് ഉണ്ടാകുന്നു, വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു, ആരോഗ്യരംഗ കാലങ്ങളായിട്ടുള്ള പുരോഗതികൾ ഉണ്ടാകുന്നു. അതേസമയം കേരളത്തിലെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പല ചർച്ചകളിലും താങ്കളുടെ വ്യക്തമായിട്ടുള്ള ചില ധാരണകൾ കേരളത്തിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ കോളനികളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ വികസനത്തിൽ എവിടെയും ഈ ജാതീയമായിട്ടുള്ള അധികാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ വീക്ഷണങ്ങളാണ് താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്ന വികസന സങ്കല്പങ്ങളെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ കേരളത്തിലെ ഇപ്പോൾ നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ, വികസന സങ്കല്പം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് പഴയതിൻ്റെ ഒരു തുടർച്ചയാണ് സംഭവം. ഇതൊരു മഹത്തായ വികസന മാതൃകയാണ് എന്നാണ് 70-ൽ ഉണ്ടായ പ്രധാനപ്പെട്ട അവകാശവാദം. അതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മളുടെ വ്യാവസായിക മേഖല, സെക്കൻഡറി മേഖല കാര്യമായി വികസിക്കാതെ തന്നെ
ടേർഷ്യറി മേഖല, സേവന മേഖല വളരെ വലിയ വികസനത്തിന് വിധേയമായി. അത് ലോകത്തിൽ തന്നെ അപൂർവമായൊരു കാര്യമാണ്. ഇത്രയും പണം ഇവിടെ നിന്ന് വരും. ഈ ടേർഷ്യറി മേഖല വികസിക്കുന്ന പണം വേണ്ടേ? അതിനുള്ള വ്യവസായം ഇവിടെ ഇല്ല. ഈ വ്യവസായം ഇല്ലാത്തപ്പോഴും ഇതിൻ്റെ വികസനത്തിനൊരു കുറവ് സംഭവിക്കുന്നത്. ഇതൊരു വലിയ അത്ഭുത പ്രക്രിയയാണ്. അപ്പോൾ അങ്ങനെ വികസിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളായ മലയാളികൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ മനുഷ്യരെ പോലെ വളർന്നു നിൽക്കുകയാണ്. ഇവിടുത്തെ മനുഷ്യരെ പോലെയാണ് നമ്മളുടെ ഇവിടുത്തെ ഈ കൺസ്യൂമിങ് പവർ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ മനുഷ്യരോടൊപ്പം നിർത്താൻ പാകത്തില്ല. ശിശുമരണ നിരക്ക് നോക്കിയാലും സാക്ഷരത നോക്കിയാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നാം ലോകത്തിന് മാത്രമല്ല, എല്ലാ ലോകത്തിനും മാതൃകയാക്കാവുന്ന ഒരു വികസനം കേരളം ഉണ്ടാക്കിയെടുത്തു എന്നായിരുന്നു 70-ലെ വാദം. ഇത് ഒരു അർത്ഥശൂന്യമായ വാദമാണെന്നുള്ളതാണ് മലയാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കേരളത്തിൻ്റെ സമ്പത്ത്, കേരളത്തിലെ മനുഷ്യരുടെ കയ്യിലേക്ക് വരുന്ന പണം അതെവിടെ നിന്നാണ് വരുന്നത്? അത് ഒന്ന് കാർഷിക മേഖല, പിന്നെ വരുന്ന പണം എന്ന് പറഞ്ഞാൽ മൈഗ്രേഷനിൽ നിന്ന് വരുന്ന പണമാണ്. ഈ കാർഷിക മേഖലയിൽ നിന്ന് റബ്ബർ തോട്ടം പോലെയുള്ള തോട്ടം മേഖലയിൽ നിന്നുള്ള ഒരു വരുമാനം. കപ്പയിട്ടാരും ഇവിടെ മലയാളിമാരായിട്ട് എനിക്കറിയത്തില്ല. റബ്ബർ വെച്ച് മലയാളിമാരായവർ നമുക്കറിയാം. ധാന്യവിളകൾ ഇവിടെ ആരെയും രക്ഷിച്ചിട്ടില്ല. പക്ഷെ തോട്ടം വിള അത് പലതരത്തിൽ സമ്പത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. മത്സ്യമേഖലയിൽ മത്സ്യം പിടിക്കാൻ പോയവരാരും രക്ഷപ്പെട്ടില്ലെങ്കിലും ഇടനിലക്കാരും ഒക്കെയായിട്ട് ഒരു സമ്പന്നവർഗം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പണമുണ്ട്. ഇതിന് ടേർഷ്യറി മേഖലയിലെ വികാസത്തെ 70-ൽ വെച്ച് നമുക്ക് അളക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസം എന്നത് 2 നൂറ്റാണ്ട് മുമ്പേ തുടങ്ങിയൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ ജാതി മത്സരം വളരെ പ്രധാനമായിരുന്നു. ഇപ്പോൾ ഇവിടെ കോട്ടയത്തെ CMS സ്കൂളിൽ ഈ ക്രിസ്തുമതത്തിൽ ചേർന്ന ദളിതരെ ചേർക്കണമെന്നുള്ളത് വലിയ തർക്കമായി മാറുന്നുണ്ട്. ഈ അവിടെ നിന്ന് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന മിഷണറിമാർ ഇവിടെ വന്ന് സ്കൂൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ശരിക്കും സവർണരാ. അവരാരും ക്രിസ്തു മതത്തിൽ ചേർന്നവരൊന്നുമല്ല. കുടുംബമൊക്കെ കേട്ടി തന്നെയാണ് പള്ളിക്കൂടത്തിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ക്രിസ്തു മതത്തിൽ ചേർന്നിട്ട് ഇവനെ പ്രവേശിപ്പിക്കണമെന്നുള്ളത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസത്തിന് നീണ്ട ചരിത്രം. 1862-ൽ തിരുവിതാംകൂറിലെ ഒരു പ്രഖ്യാപനം, ഗവൺമെൻറ് പ്രഖ്യാപനം, ഇനി മുതൽ സർക്കാർ ജോലിയുടെ മാനദണ്ഡം വിദ്യാഭ്യാസ യോഗ്യതയായിരിക്കും. അപ്പോൾ അന്നേരം മാധവറാവു അയാളുടെ കമ്മ്യൂണിറ്റിയെ വിളിച്ച് പട്ടന്മാരെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, അതേ പിള്ളേരൊക്കെ വല്ല പള്ളിക്കൂടത്തൊക്കെ വിട്ട് പഠിപ്പിച്ചോണം. ഈ ഊട്ടുപുര കിട്ടുന്ന തീറ്റയിൽ നിന്ന് കിടന്നാൽ ഇനി കാര്യമൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് വലിയ ജാതി മത്സരമായിട്ട് മാറുന്നുണ്ട്. ഓരോ ജാതി ഓരോ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അങ്ങനെയാണ് ശ്രീനാരായണ പഠിത്തത്തെക്കുറിച്ച് പറയുന്നു, അയ്യൻകാളി പഠിത്തത്തെക്കുറിച്ച് പറയുന്നു. ഇവരെല്ലാവരും ഒരു ജാതി അംഗണത്തിനും മറ്റേ ജാതിയായിട്ട് യുദ്ധം ചെയ്തിട്ടാണ് പ്രവേശനം നേടുന്നത്. C. കേശവൻ്റെ ജീവിത സമരം എന്ന ആത്മകഥ വായിച്ചാൽ ഈഴവ സമൂഹം എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിൽ കടന്നു വന്നതെന്ന് അറിയാൻ പറ്റും. മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം തന്നെ അതാ ഈ ഒരു യുദ്ധമാണ്. അങ്ങനെ ജാതി യുദ്ധങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് വിദ്യാഭ്യാസം ഇങ്ങനെ പതിയെ ശക്തിപ്പെട്ടു വരുന്നത്. 1920 10 കഴിയുമ്പോഴാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി ഇതൊരു ലാഭകരമായ കച്ചവടമാണ്. അപ്പോൾ അവർ കോളേജ് ഉണ്ടാക്കാൻ തുടങ്ങി. CMS കോളേജ് 1818 പക്ഷേ ഇവിടെയുള്ള ബാക്കിയുള്ള കോളേജൊക്കെ പരിശോധിച്ചാൽ അതെല്ലാം 1910 ശേഷം ഉണ്ടായ കോളേജുകളാണ്. ലാഭകരമാണെന്ന് മനസ്സിലായി അവർ. എന്നിട്ട് അവരിപ്പോൾ പറഞ്ഞത് ഞങ്ങളാണ് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നത്. അതെന്തും ആകട്ടെ, ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഈസ് എ ജൂനിയർ പാർട്ട്ണർ. വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടി എന്നതിൽ
അഭിമാനിക്കാനായിട്ട് ഈ പുതിയ ഗവൺമെൻറ്റിന് ഒരവകാശവും ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത് ആശുപത്രി. ഈ ഇംഗ്ലീഷ് മെഡിസിൻ്റെ സംഭവം സേവനം എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇത് മിഷണറിമാരാണ് തുടങ്ങണേ. അവരാ ഡോക്ടർമാരെ കൊണ്ടുവരുന്നത്. വള്ളത്തേൽ അവിടെയൊക്കെ ഡിസ്പെൻസറി പ്രവർത്തിച്ചിട്ടുണ്ട്. വള്ളം ഊന്നിച്ചെന്ന് ഒരു സ്ഥലത്ത് കരക്കെടുത്ത് 2 ദിവസം അവിടെ കിടക്കും. അപ്പോൾ ആ പരിസരത്തുള്ള ആൾക്കാർ മുഴുവൻ അവിടെ നിന്ന് മരുന്ന് മേടിക്കും. പിന്നെ അവിടെ നിന്ന് പോയി വേറെ സ്ഥലത്ത് നങ്കൂരം ഇടും. ഞാൻ പറഞ്ഞത് ഈ കേരളം എപ്പോഴും പൊക്കിപ്പിടിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലും രണ്ടാമത് ആരോഗ്യരംഗവുമാണ്. ഈ രണ്ടിലും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിറ്റികളാണ്. ഈ പിണറായി വിജയൻ പറഞ്ഞ ചെറ്റത്തരം എന്ന് പറയുന്നൊരു വാക്കാണ് ഏറ്റവും പുതുതായിട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു വിവാദം. അതിനെ പലതരത്തിൽ CPM നേതാക്കളായിട്ടുള്ള വിജയരാഘവനും AK ബാലനും ഒക്കെ അതൊരു പ്രയോഗമാണെന്നും അല്ലെങ്കിൽ അല്പത്തരമാണ് എന്ന അർത്ഥത്തിലൊക്കെയാണ് പിണറായി വിജയൻ പ്രയോഗിച്ചത് എന്ന തരത്തിൽ അതിനെ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രയോഗങ്ങളെയൊക്കെ സണ്ണി എം കവിക്കാട് കാണുന്നത്? കേരളത്തിലെ ഈ ചെറ്റത്തരം എന്ന വാക്ക് മാത്രമാണ്. കേരളത്തിലെ തെറികളിൽ ഇപ്പം മനുഷ്യൻ്റെ ലൈംഗികാവയവങ്ങൾ കൂട്ടി അല്ലാത്ത തെറികൾ ബഹുഭൂരിപക്ഷവും ഈ കീഴാളരെന്ന് പറയുന്ന വിഭാഗങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കീഴാളരോടുള്ള പുച്ഛമാണ് തെറിയായിട്ട് കേരളം ആഘോഷിക്കുന്നത്. കീഴാളരോടുള്ള പരിഹാസ്യമായ നോട്ടമാണ് തമാശയായിട്ട് കേരളം മനസ്സിലാക്കുന്നത്. ഇവിടെ തമാശകൾ എപ്പോഴും കാണുന്നില്ല. അതേസമയം എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, കേരളത്തിലെ മുഴുവൻ ദളിത് വിഭാഗങ്ങളും ചെറ്റപ്പുരകളിലൊന്നും അല്ല ഇപ്പോൾ ജീവിക്കുന്നത്. അവർ വളരെ വികസിതമായിട്ടുള്ള പല മേഖലകളിലേക്കും കടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതും കൂടെ ചേർത്ത് വായിച്ചിട്ട് എങ്ങനെയാണ് കാണുക? അത് തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. നമ്മുടെ കേരളത്തിലെ ഈ നാട്ടിൻപുറത്തെ തെറി എന്ന് പറയുന്ന സാധനം അതായത് അതിൻ്റെ വേരുകൾ പലപ്പോഴും കിടക്കുന്നത് ഇവരുടെ ജീവിതത്തോടുള്ള ഒരു പുച്ഛവും അവഗണനയും ഒക്കെയാണ്. അവനൊരു ചെറ്റയാണെന്ന് പറയുന്നത്. അതിൽ തന്നെ ചെറ്റക്കുടിലിൽ താമസിക്കുന്നവനെന്നത് എന്തോ ഒരു പരിഭാവനമായ, നമ്മൾ സംരക്ഷിക്കേണ്ട, നമ്മളാൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരാളാണ് എന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ സുധാകരൻ പറഞ്ഞാൽ തന്നെ ചെറ്റയെന്ന് വിളിച്ചാൽ എനിക്ക് അഭിമാനമാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ ചെറ്റക്കുടിയിൽ ജനിച്ച ആളാണ്. അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പം യഥാർത്ഥത്തിൽ ഈ തെറി മാത്രമല്ല പല തെറികളും അസഭ്യ വാക്കുകൾ എന്ന് പറയുന്ന സംഗതികളൊക്കെ ഈ ഇതര ജാതികളോടുള്ള വിദ്വേഷത്തിൽ നിന്നും ഒക്കെയാണത് അതിൻ്റെ ഒരു ഭാഷാപരമായ രൂപീകരണം നടന്നിട്ടുള്ളത്. ഒത്തിരി ഉദാഹരണങ്ങളാണ് തെറിക്കാൻ തന്നെ പറയാൻ പറ്റും. അലവലാതി എന്നൊരു വാക്കുണ്ട്. ആരാണ് ഈ അലവലാതി? അപ്പം അത് പണിയൊന്നുമില്ലാതെ നെല്ല് തിരിഞ്ഞ് നടക്കുന്നതെന്നാണ് പുതിയ അർത്ഥമെങ്കിൽ അങ്ങനല്ലത്. അങ്ങനെ ഓരോ ജാതിയെ കൂട്ടിയും പറയുന്ന തെറികളുണ്ട് കേരളത്തിൽ. ഓരോ ജാതിയെ കൂട്ടി പറയുന്നത്. അതിൽ നിന്ന് കേരളീയ സമൂഹത്തിനകത്ത് ദളിതർ അത്തരം സംഗതികളിൽ നിന്നൊക്കെ അവരുടെ ജീവിതത്തെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓർമ്മയാണ്, കനത്ത ഒരു ഓർമ്മയാണ്. അതിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് ഭയങ്കരമായി അതാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി എന്താണ് ഇങ്ങനെയൊക്കെ തെറി പറയുന്ന മോശം എന്നുള്ള അർത്ഥത്തിലല്ല. ചില സന്ദർഭത്തിലൊക്കെ മനുഷ്യൻ തെറി പറഞ്ഞു പോകും. തെറി പറയുന്ന അത്ര വലിയ കുറ്റമല്ല. പക്ഷെ ഇയാൾ കേരളത്തിലെ ഒരു സാധാരണ മനുഷ്യനാണ്, കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അയാൾ ഒരാളൊക്കെ ഒരു ചെറ്റത്തരം കാണിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു എത്തിക്സാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കുന്നത്. അവർ പാർട്ടിക്കാരൻ തിരിഞ്ഞു പോയപ്പോൾ അയാൾക്കുണ്ടാകുന്ന ആത്മരോഷത്തിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. നിയന്ത്രണം ഇല്ല അതിനകത്ത് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ തെറിയുടെ ഭാഷാപരമായ ഉൽപ്പത്തി അന്വേഷിക്കേണ്ടതിന് പകരം ഈ തെറി വിളിക്കുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും എത്തിക്സാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ അവനെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഈ ചെറ്റത്തരം എന്ന് പറയുന്നത്. അതാണ് ഈ തെറിയുടെ ഒരു സംഭവം പറയുന്നത്. നാണം കെടുത്തൽ കൂടിയാണല്ലോ.
ഇപ്പോൾ ഈ പുതിയ കാലത്ത് അല്ലെങ്കിൽ പുതിയ ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ദളിത് സമൂഹങ്ങളിൽ, ആദിവാസി സമൂഹങ്ങൾ, അപരവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിന്നുള്ള പല ഐഡൻറ്റിറ്റികളും ഈ സമൂഹങ്ങളിലെ മനുഷ്യരൊക്കെ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ, സാമൂഹിക മാധ്യമങ്ങളിലൂടെ അതിൻ്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള പല തരം പൊളിറ്റിക്സുകളും ചിന്തകളുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വക്താവ് എന്ന രീതിയിൽ, ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്ന രീതിയിൽ ഇതിനെ എങ്ങനെയാണ് ഇതിനോടൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് താങ്കൾ സംസാരിക്കുക? ഒന്നാമത്തെ ഒരു കാര്യം, ഈ പുതിയ ഡിജിറ്റൽ മീഡിയക്കുള്ളൊരു പ്രത്യേകത, അതിൽ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വർഗമില്ല എന്നതാണ്. എഡിറ്റേഴ്സ് എന്ന് പറയുന്ന വർഗം വലിയ അപകടകാരികളായ ഒരു വർഗമാണ്. അവർ വെറുതെ എഡിറ്റ് ചെയ്യില്ല, അത് സെലക്റ്റഡ് ആയ ഒരു എഡിഷനാണ് നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതില്ലാത്തൊരിടത്തിരുന്ന് സ്വന്തം കാര്യം എങ്ങനെയാണോ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണോ അത് വിഷ്വലൈസ് ചെയ്യുന്നത്, അതേപടി നേരിട്ട് സമൂഹത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ കീഴ്ത്തട്ട് സമൂഹങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ദൃശ്യത ചെറുതാണ്. വളരെ വലിയൊരു എക്സ്പ്ലോഷനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് കുറേ കോംപ്ലക്സിറ്റികൾ ഉള്ളപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ വെളിവായി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കെടുക്കാം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു പുതിയൊരു പൊളിറ്റിക്സ് പറയുമ്പോൾ അത് ദളിത് രാഷ്ട്രീയം, ആദിവാസി രാഷ്ട്രീയം എന്ന നിലക്കൊന്നും നമുക്ക് പറയുന്നതിനകത്ത് കഥയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയം എന്നത് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് എന്തായിരിക്കണമെന്ന് ഭാവന ചെയ്യുന്നതാണ് രാഷ്ട്രീയം. വാട്ട് ഷുഡ് ബി എ സ്റ്റേറ്റ്? അതിന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്ന ഒരു ഉത്തരമുണ്ട്. വാട്ട് ഷുഡ് ബി എ സ്റ്റേറ്റ് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത്, നമുക്ക് സ്ട്രോങ് ആയ ഒരു സ്റ്റേറ്റ് വേണം. എന്തുകൊണ്ടെന്നാണ്? അതിൻ്റെ അഭാവത്തിൽ സമൂഹത്തിലെ പ്രബലൻ സമൂഹത്തിലെ ദുർബലനെ അടിച്ചമർത്തും എന്ന് പറഞ്ഞാൽ അർത്ഥം, സമൂഹത്തിലെ പ്രബലനും ദുർബലനും ഇടയിൽ നീതി വിതരണം ചെയ്യുന്ന സ്ഥാപനമായാണ് സ്റ്റേറ്റിന് അദ്ദേഹം ഭാവന ചെയ്തിരിക്കുന്നത്. അത്തരം ഒരു സ്റ്റേറ്റിൻ്റെ നിർമ്മാണത്തിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ മീഡിയ അടക്കമുള്ള പുതിയ എക്സ്പ്ലോഷൻസ്, ഇപ്പോൾ നമ്മൾ ജെൻസി മൂവ്മെൻറ്റുകളുണ്ട്, ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അവർ യഥാർത്ഥത്തിൽ വലിയ അട്ടിമറി നടത്തുന്നത് നമ്മൾ പുറത്ത് കാണുന്ന കലാപത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു രാഷ്ട്രം എന്തായിരിക്കണം എന്ന സംഗതിയിലും പുതിയ കോൺട്രിബ്യൂട്ടീവായിട്ട് അവർ ഇടപെടുന്നു. പരമ്പരാഗത ലീഡേഴ്സിനെ മാത്രമല്ല, അവരുടെ ആശയങ്ങളെ കൂടി അവർ കൈയൊഴിഞ്ഞ് തലസ്ഥാനത്ത് പുതിയ പുതിയ ആശയങ്ങളാണ് വെക്കുന്നത്. ഈ ജെൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ വേടനെ പോലുള്ള റാപ്പ് സിംഗേഴ്സ് വലിയ തരത്തിലുള്ള അട്ടിമറികൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടത്തിക്കൊണ്ട്, അത് വേറൊരു തരത്തിലുള്ള ഒരു കൾച്ചറൽ പൊളിറ്റിക്സിലെ വലിയൊരു പ്രധാനമുള്ളൊരു അധ്യായം കൂടിയാണെന്നുള്ളതാണ്. എന്താണ് വേടൻ നടത്തിയ മുന്നേറ്റത്തെ മനസ്സിലാക്കാൻ ത്രാണിയില്ലാത്തൊരു സമൂഹമായിപ്പോയി നമ്മളെന്നാലാണ് എനിക്ക് ഖേദമുള്ളത്. മനസ്സിലാക്കിയവർ തന്നെ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വേടനെതിരായിട്ട് ഉള്ള പല എഴുത്തുകളും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവർക്കും മനസ്സിലായിട്ടില്ല എന്താ സംഭവിച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ല. വേടൻ ആകർഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നാനാജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യരാണ് ആകർഷിക്കുന്നത്. വേടൻ്റെ പാട്ടുകൾ അവർ ആസ്വദിക്കുകയും വേടൻ്റെ ചോദ്യങ്ങൾക്ക് ആൾക്കൂട്ടം മറുപടി പറയുകയും ചെയ്യുന്ന വിധം ഒരു പുതിയ ഒരു ബന്ധം, പുതിയൊരു ഡയലോഗിൻ്റെ പുതിയ രൂപമാണല്ലോ. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അയ്യൻകാളി എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഇങ്ങനെ യൂത്ത് മുഴുവൻ ഇങ്ങനെ ഇളകി മറിയുകയും ചെയ്യുന്നു. ഇതൊരു പുതിയൊരു ഡയലോഗാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം വേടനെ ജാതി പറയാനാക്കി അടയാളപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അയാളുടെ കവിതകൾ കൊള്ളാമോ ഇല്ലയോ, അതായിരുന്നു വലിയ തർക്കം. അയാളുടെ കവിതകൾ കൊള്ളാമോ ഇല്ലയോ, സി കെ ജാനു ജയിക്കുമോ ഇല്ലയോ, ഇത് രണ്ടിനും ഒരു സമാനത തോന്നില്ലേ? ഇത് തന്നെ സംഭവം. യഥാർത്ഥത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ആ യൂത്ത് കേരളത്തിൽ തടയപ്പെട്ടത്, ആ യൂത്ത് ഫ്രസ്ട്രേഷൻ കേരളത്തിൽ തടയപ്പെട്ടത്
ജാതി പറഞ്ഞ് തന്നെ തടയപ്പെടുകയായിരുന്നു. അങ്ങനെ തടഞ്ഞതിലൂടെ കേരളത്തിൽ ഉണ്ടാകാമായിരുന്ന പുതിയൊരു വികാസത്തെ വേണമെങ്കിൽ ഒരു തെന്നിമാറലിനെങ്കിലും അവർ ഫലപ്രദമായി അടിച്ചമർത്തി എന്നുള്ള അഭിപ്രായം എനിക്ക് ആ കാര്യത്തിലുള്ളത്. എങ്ങനെ? അതായത് വേടൻ്റെ നേതൃത്വത്തിൽ വേടൻ ചെയ്യുന്നൊരു വർക്ക്, ഇത്തരം ചില വർക്കിലൂടെയാണല്ലോ ലോകത്തെമ്പാട് ജൻസി മൂവ്മെൻറ്റുകളൊക്കെ യഥാർത്ഥത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. ഒരു ജൻസി മൂവ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ജാതിയായി അടയാളപ്പെടുകയും അതിൻ്റെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ, എന്നോട് അവൻ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ വന്നിരുന്നു ഒരു ദിവസം. അപ്പോൾ എവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ ആര് സംഘാടകി എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയെ കുറിച്ച് രണ്ട് വാക്ക് പറയണം. പുള്ളി പറഞ്ഞിരുന്നത് ഞാൻ കേരളത്തിൻ്റെ ഗായകനാണെന്ന് പറഞ്ഞ ഒരാളാണ്. കേരളത്തിൻ്റെ ഗായകനാണെന്നുള്ള അയാളുടെ അവകാശവാദം നിലനിൽക്കുന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. അയാൾ ദളിതരുടെ ഒരു പാട്ടുകാരനൊന്നുമല്ല. അതൊക്കെ വെറുതെ പറയുന്ന ആൾക്കാർ പറഞ്ഞ് പരത്തി അയാളെ നശിപ്പിക്കുന്ന വാദം അതൊക്കെ. ഞാനതാ പറയുന്നത്, പറഞ്ഞ് പരത്തി നശിപ്പിക്കുക എന്ന് പറയും. കേരളത്തിലൊരു പ്രൊഫസർ അദ്ദേഹത്തെ വിളിച്ചിട്ട് താങ്കൾ എന്നാണ് ഇനി കോഴിക്കോടേക്ക് വരുന്നത്, എന്തിനാണ് കോഴിക്കോടിന് വരുന്നതെന്ന് പുള്ളി ചോദിച്ചു. അല്ല, കോഴിക്കോട് വരുമ്പോൾ ഞാനൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്, അതൊന്ന് റിലീസ് ചെയ്യണം, മാത്രമല്ല അതിനെക്കുറിച്ച് നല്ല രണ്ട് വാക്കും പറയണം. ഇതൊക്കെ അവനോട് പറയാമെന്ന് തോന്നുന്നിടത്താണ് നമ്മളുടെ പരാജയം കിടക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ പുതിയ ടെക്നോളജി ഉണ്ടാക്കുന്നതിൻ്റെ സാധ്യതകളിൽ നിന്നാണ് ഒരു വേടം രൂപപ്പെട്ടു വരുന്നത്. അയാളുടെ സ്റ്റേജ് ഷോ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. നേരിട്ട് കാണണം. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ആ സ്റ്റേജ് ഡിസൈൻ ചെയ്തത്. 18 ലക്ഷം രൂപ അയാളുടെ ഒരു സ്റ്റേജിൻ്റെ ഡിസൈനിങ് വില 18 ലക്ഷം രൂപയാണ്. ഒരു ദിവസം ഏതാണ്ട് പാടുന്നതിന് 13 മുതൽ 18 ലക്ഷം രൂപ വരെ അയാൾ വാങ്ങി. യഥാർത്ഥത്തിൽ വേടനോട് കേരളീയ സമൂഹത്തിലുണ്ടായ വലിയ കുടിപ്പകകളിലൊന്നും അവൻ്റെ കഴിവ് എൻഗേജ് ചെയ്യപ്പെടുന്നു എന്നതായിരുന്നു. ദളിതർക്ക് കഴിവുണ്ടാകുന്നത് ബാക്കിയൊരു സന്തോഷമാണ്, പക്ഷെ എൻഗേജ് ചെയ്ത പ്രശ്നമാവും. അതിലിപ്പോൾ നമ്മൾ പ്രസംഗിച്ച് കാശുണ്ടാക്കുക എന്ന് പറയാം, അവിടെ ആ പ്രശ്നം കിടക്കണേ. പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന കേരളത്തിൽ നമ്മൾ പ്രസംഗം 10,000-3,000 രൂപ കിട്ടും. അതാണ് വലിയ കാശായിട്ട് കിട്ടുന്നത്. എനിക്കൊരു പ്രസംഗത്തിന് 50,000 രൂപ കിട്ടുന്ന ആളാണ്. അതിന് സമയമുണ്ടെങ്കിൽ മാത്രം പോയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഒറ്റ പ്രസംഗം 50,000 രൂപ വരെ കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് വേറെ പണിയെടുക്കുന്ന ആളാണ്. പക്ഷെ അത് കേരളീയ സമൂഹത്തിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. വേടൻ ഒറ്റ രാത്രി എത്ര അവൻ ആലോചിക്കുന്നു, യേശുദാസ് ഇവിടുത്തെ മോഹൻലാൽ പോലും കിട്ടാത്ത പൈസ എങ്ങനെ ഇവൻ മേടിക്കുന്നതാണ്. ഈ സമ്പത്തുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ദളിത് ജീവിതങ്ങളെ അങ്ങനെ ഒരു ഇമാജിനേഷനിലേക്ക് കേരളം വളരുന്നില്ല എന്നുള്ളത്. അവർക്കത് സഹിക്കും. കാരണം സ്വത്ത്, അധികാരം, പദവി, ഈ 3 നിഷേധിക്കേണ്ടത്. വേടൻ പറയുന്നത് എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ അംബേദ്കർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നോ പറഞ്ഞത്. ഇതൊന്നും താങ്ങാൻ മലയാളിക്ക് പറ്റത്തില്ല. നമ്മുടെ സ്വർണ്ണക്കട തുടങ്ങും എന്ന് പറഞ്ഞാൽ പോലും അവർ സഹിക്കും. പക്ഷെ അംബേദ്കർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവർ സഹിക്കാൻ പറ്റില്ല. ഈ ദളിത് സമുദായ മുന്നണി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്തൊക്കെയാണ് പരിപാടികൾ? ദളിത് സമുദായ മുന്നണി അതിന് മുൻകൈ എടുക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദളിത് സമുദായ മുന്നണി അത് സമുദായത്തിൻ്റെ പ്രവർത്തനമായിട്ട് തന്നെ അത് മുന്നോട്ട് പോകും. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അനിവാര്യമായിരിക്കുന്നു എന്നതുകൊണ്ട് അത്തരം പ്രവർത്തനത്തിന് മുൻകൈ എടുക്കും. ഉദ്ദേശിക്കുന്നത് കേരളത്തിന് രക്ഷപ്പെടാൻ, കേരളീയ സമൂഹത്തിന് രക്ഷപ്പെടാൻ ഇനി നമ്മുടെ മുന്നിൽ ഒരു മാർഗമേ ഉള്ളൂ. അത് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഒരു വലിയ അഴിച്ചുപണി നടക്കേണ്ടതുണ്ട്. സാമൂഹിക രംഗത്തും വലിയ അഴിച്ചുപണി നടക്കേണ്ടതുണ്ട്. ഈ 2 ദൗത്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലുണ്ടായി വരണം. ഒരേ സമയം സോഷ്യൽ ഡെമോക്രസിയിൽ നിന്നത്
അതേസമയം തന്നെ പൊളിറ്റിക്കൽ ഡെമോക്രസിയെ വികസിപ്പിക്കുന്നതുമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായി വന്നില്ലെങ്കിൽ സർവനാശത്തിലേക്കായിരിക്കും കേരളം പോകാൻ പോകുന്നത്. ഈ കടക്കണിയിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയാതെ ഈ ആൾക്കാർ ഉണ്ടാക്കുന്ന പൈസ മുഴുവനും പലിശ കൊടുക്കുവാണ് ഗവൺമെൻറ്. എന്നിട്ട് പിന്നെ അടുത്ത പലിശയ്ക്ക് മേടിച്ച് ശമ്പളം കൊടുക്കും. ആ റവന്യൂ വരുമാനം മുഴുവനും പിന്നെയും പലിശ കൊടുക്കുക, പിന്നെയും കടം മേടിച്ച്, ഇതിങ്ങനെ ഒരു റൊട്ടേഷനാണ്. രണ്ടാമതൊരു സംഗതി, പ്രതീക്ഷയറ്റൊരു ജനതയാണ് മലയാളികൾ. ഈ മദ്യപാനവും ഈ പറയുന്ന ലോട്ടറി എടുപ്പും പ്രതീക്ഷയറ്റ ജനതയുടെ ലക്ഷണമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണ് ഒരു ജനതയെ ഒരു സ്റ്റേറ്റ് കൈകാര്യം ചെയ്ത് ഈ വിപ്ലവകാരികൾ വലിയ അവകാശവാദം പറയുന്നല്ലോ, പുരോഗമന കേരളം എന്നൊക്കെ ചെയ്ത് ആൾക്കാരെ കുടിയന്മാരും ലോട്ടറി എടുത്ത് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന മനുഷ്യരുമാക്കി മാറ്റിയിട്ടുണ്ട്. ജീവിതത്തിൽ അല്ലാതെ പ്രതീക്ഷയില്ല. ഒരു മിറാക്കിൾ സംഭവിക്കാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്നാണ് ഓരോരുത്തരും വിചാരിക്കുന്നത്. അതിന് കാരണമുണ്ട്. നാട്ടിൻപുറത്തെ ഓരോ മനുഷ്യനും 10,000-കണക്കിന് രൂപയുടെ ബാധ്യതയിൽ ജീവിക്കുന്നത്, ലക്ഷങ്ങളുടെ ബാധ്യതയിലാണ് ജീവിക്കുന്നത്. ഇതെങ്ങനെ സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പുനഃസംഘടനയില്ലാതെ നടക്കില്ല. ആ പുനഃസംഘടനയ്ക്ക് ധൈര്യവും ഇച്ഛാശക്തിയുള്ള പുതിയൊരു രാഷ്ട്രീയം ഉയർന്നു വരണം. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർക്കാണ് പുതിയ രാഷ്ട്രീയ ആവശ്യമെന്ന് ചോദിച്ചാൽ അതിലൊരു ചങ്ക് ടീം എന്ന് പറയുന്നത് ദളിതരും ആദിവാസികളും, ഇതര പിന്നോക്ക വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, സാധാരണ കൂലിപ്പണിക്കാർ തുടങ്ങിയവർക്ക് മാത്രമേ ഇനി ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഏറെക്കുറെ സംതൃപ്തരായിട്ട് ജീവിച്ചു പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പുറത്താക്കപ്പെട്ട മാർജിനലൈസ്ഡ് അവരെ അടിത്തറയാക്കുന്ന ഒരു രാഷ്ട്രീയ ദർശനത്തെ മുന്നോട്ട് ഡോക്ടർ BR അംബേദ്കർക്ക് ഭാവന ചെയ്യുന്നത് പോലെയുള്ള സാമൂഹിക ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ ജനാധിപത്യത്തെ കെട്ടിപ്പടുക്കാൻ പ്രാപ്തിയുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകണമെന്ന് ദളിത് സമുദായ മുന്നണി വിലയിരുത്തിയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രാതിനിധ്യമുള്ള ഒരു ഗവൺമെൻറ്റും അവരുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന പുതിയ നയപരിപാടികളും കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റും. കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഈ പറയുന്ന ദളിതർക്കോ ആദിവാസികൾക്കോ പണിയെടുക്കുന്നവർക്കോ തോട്ടം തൊഴിലാളികൾക്കോ മത്സ്യത്തൊഴിലാളികൾക്കോ അനുകൂലമായി നയപരമായൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും എടുത്തിട്ടില്ല. അവർക്ക് 1000 രൂപയും കിട്ടുകയുള്ളൂ. അവർക്ക് അത്രയും കൊടുത്താൽ മതി എന്നാണ് സ്റ്റേറ്റിന് തീരുമാനം. നിറയെ തെണ്ടികളായി ജീവിച്ചു കൊള്ളുന്നതാണ് സ്റ്റേറ്റ് ഡിക്റ്റേഷൻ. ഉള്ളവൻ്റെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് മേടിച്ച് ഇല്ലാത്തവൻ്റെ വീട്ടിൽ കൊടുത്ത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യരെ തെണ്ടികളാക്കുന്ന ഒരു ദർശനം കേരളത്തിൽ വിപ്ലവമാണെന്ന് കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. ഇത് അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ പുതിയ രാഷ്ട്രീയത്തിലൂടെ. നന്ദി സണ്ണി എം കവിക്കാട്. ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു അഭിമുഖം അനുവദിച്ചതിന് വളരെയധികം നന്ദി.